الحمد لله رب العالمين. الحمد لله العلي العظيم. الحمد لله ذي الفضل الجسيم واللطف العميم. وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار النعيم. وأشهد أن سيدنا ونبينا ومولانا محمدًا عبده ورسوله سيد أرباب التبجيل والتكريم. اللهم صل على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وبناته أجمعين صلاة وسلاما دائمين متلازمين وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا. إن وعد الله حق. إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. صدق الله مولانا العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. يا خير من دفنات بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه اللفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. وصاحباك فلا أنساهما بدا مني السلام
عليكم ما جرى القلم. സമാദരണീയരായ ഉസ്താദുമാരെ, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ജമാഅത്തിലെ ഖത്തീബ്, പ്രസിഡന്റ്, സെക്രട്ടറി, ഈ ജൂദ് എന്ന സംഘടനയുടെ സംഘാടകരും ഖാദിമീങ്ങളും, എന്നെ ശ്രവിക്കുന്ന നല്ലവരായ സഹോദരീ സഹോദരങ്ങളും കുഞ്ഞനുജന്മാരും അനുജത്തിമാരും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടിയെ പരിപൂർണമായി സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി ജീവിതം നയിച്ചു മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നൈമിഷികമായ ക്ഷണികമായ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് അനന്തമായ അജ്ഞാതമായ ഒരു ജീവിതത്തിലേക്ക് നാം എല്ലാവരും പോകണമെന്നുള്ള ചിന്തയോടുകൂടി, അവിടെ സ്വർഗവും നരകവും അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ സ്വർഗത്തിൻ്റെ അഹലുകാരായി പ്രവാചകന്മാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, ആരിഫീങ്ങളോടൊപ്പം, ഔലിയാക്കന്മാരോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെയും ദാസിമാരുടെയും പട്ടികയിൽ സ്വർഗലോകത്ത് പരിലസിക്കുവാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും നല്ല തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിച്ച് ജീവിച്ച് മരിക്കാൻ, അവസാനം കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, വിശിഷ്യ നമ്മുടെ ഈ നാട്ടിലടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളവർ, മഹത്തുക്കൾ, ആരിഫീങ്ങൾ, നമ്മുടെ കുടുംബാദികൾ, മാതാക്കൾ, പിതാക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും മണ്ണറകളെ മണിയറകളാക്കി അള്ളാഹു ഉയർത്തുമാറാകട്ടെ. പരിപൂർണമായ മഗ്ഫിറത്തും റഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പറയുവാനും കേൾക്കുവാനും പ്രവർത്തിക്കുവാനും പ്രബോധനം ചെയ്യുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് അകത്തിരിക്കാനുള്ള സൗകര്യമുണ്ട്. വെളിയിൽ നിന്ന് നിങ്ങൾ പ്രസംഗം കേട്ട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകേണ്ട സാഹചര്യം വരുമ്പോൾ എഴുന്നേറ്റ് പോകാം. ഈ വിനീതൻ ആരെയും നിർബന്ധിച്ച് പിടിച്ചിരുത്തൂല. നമ്മൾ ഇൽമ കേൾക്കലാണ്, പഠിക്കലാണ്, വിജ്ഞാനം മനസ്സിലാക്കലാണ്. ഇൽമിന്റെ സദസ്സിൽ ഇരുന്നാൽ ബർക്കത്തുണ്ടാകും, ദുആയ്ക്ക് ഇജാബത്തുണ്ടാകും, നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഈ സദസ്സിലേക്ക് കുറച്ച് കസേരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അൽഹംദുലില്ലാ സദസ്സിലേക്ക് വന്നിരുന്ന് നിങ്ങൾ ആ കസേരയൊക്കെ നിറച്ച് സന്തോഷമായിട്ട് അവിടെ ഇരിക്കും. നിങ്ങൾക്ക് സമയമാകുമ്പോഴേക്ക് ഞാൻ പ്രസംഗം നിർത്തും. നിങ്ങൾക്ക് ഉറക്കം വരുമ്പോഴേക്ക് എൻ്റെ പ്രസംഗം തീരും. കൂടുതൽ ഞാൻ പ്രസംഗിക്കൂല. 1.5 മണിക്കൂർ എല്ലാ സ്ഥലത്തും ഞാൻ പറയുന്ന വാക്കാണ്. പിന്നെ ഇന്ന് ഇത്തിരി താമസിച്ചു പോയി. നാളെ ഇൻഷാ അല്ലാഹ് 7:30 തന്നെ തുടങ്ങാം. ഇന്ന് ഞാനിവിടെ എത്തിയത് 7:30-ക്കാണ്. ട്രെയിൻ ഇവിടെ വന്നത് 7:30-ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെ കാണും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമുക്ക് പ്രഭാഷണം തുടങ്ങാം. ഒരു 7:30-ക്ക് തുടങ്ങിയാൽ നമുക്കൊരു 9 മണിയോടുകൂടി അവസാനിപ്പിക്കാം. അതുകൊണ്ട് നാളെ ആ ഒരു സമയം പാലിച്ചുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തണമെന്ന് വിനീതമായി തുടക്കത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അനുസരിക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖബറിലെ കാലച്ചകൾ എന്ന് പറയുമ്പോൾ നാം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഭവനമാണ് ഖബർ. എല്ലാവരും ആ വീട്ടിലേക്ക് പോകാതെ ഒരു നിലയ്ക്കും ഒഴിവാകാൻ സാധ്യമല്ല. എല്ലാവരും പോയിരിക്കും. അത് ഏത് സമയത്താണ്, ഏത് മണ്ണിലാണ്, ഏത് ഖബറിലാണ്, എവിടെ വെച്ചാണ്, അത് എപ്പോഴാണെന്ന കാര്യം അനന്തമാണ്, അത് അജ്ഞാതമാണ്. അതാർക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല. അതുകൊണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും, പോവുക തന്നെ ചെയ്യും. അത് യാഥാർത്ഥ്യമായ കാര്യമാണ്, സുനിശ്ചിതമായ കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ ഖബർ ജീവിതത്തിന്റെ ഒരുക്കമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചില ആളുകളെ ഖബറിനകത്ത് ശിക്ഷിക്കും. ഖബറിനകത്തുണ്ടാകുന്ന ശിക്ഷകൾ ഏതിന്റെ പേരിലാണ്? ഈ ദുനിയാവിൽ എന്ത് ചെയ്തതിന്റെ പേരിലാണ് ഖബറിനകത്തുള്ള ശിക്ഷ? അതിന്റെ യാഥാർത്ഥ്യ മുഖം എന്താണ്? അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉത്ബോധനം എന്താണ്? അതുകൊണ്ട് എല്ലാവരും ഖബർ 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 മരണം ഖബർ എന്ന് പറയുമ്പോൾ സർവ്വസാധാരണമായി ഇപ്പോൾ പല പ്രഭാഷണങ്ങളും എവിടെയും മരണം, മരണാനന്തര ജീവിതം എന്ന വിഷയങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്.
പക്ഷെ ആർക്കും ഈ മരണത്തോട് താല്പര്യമില്ല, പ്രസംഗിക്കുന്നവർക്കുമില്ല, കേൾക്കുന്നവർക്കുമില്ല. ഈ മരണത്തോട് താല്പര്യമില്ല, ഖബറിനോടും താല്പര്യമില്ല, ഖബറിനകത്തുള്ള ശിക്ഷയെക്കുറിച്ചും ഒരു താല്പര്യമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് തന്നെ ഇപ്പൊ സംശയമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ അതാണ് നമ്മുടെ സമുദായത്തിനെ ഇപ്പൊ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശ്വാസം എന്ന് പറയുന്ന കാര്യമാണ് ഈമാൻ കാര്യത്തിലുള്ള വിഷയമാണിത്. വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട വിഷയമാണ്. ഈമാൻ കാര്യത്തിൽ പെട്ടതാണ് ആ മറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത്. ഇതെല്ലാം വിശ്വസിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ആ വിശ്വാസമില്ലാത്തവർക്ക് ഈമാനുമായി ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ല. കേവലം റേഷൻ കാർഡിൽ മുസ്ലിം എന്ന പേരെന്നല്ലാതെ അള്ളാന്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ ഖബറിലേക്ക് പോകും. ഖബർ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. മലക്കുൽ മൗത്ത് നമ്മളെ എന്നും കാണുന്നുണ്ട്. മലക്കുൽ മൗത്ത് നമ്മുടെ വീടുകൾ തോറും കയറി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കൈക്ക് പിടിച്ച് സലാം പറയുന്നുണ്ട്, മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ആ ഖബറിലേക്ക് നാം പോകേണ്ടവരാണ്. അതിൽ നിന്ന് ഒഴിവാകാൻ ആർക്കും സാധ്യമല്ല. അത് സത്യം തന്നെയാണ്. അത് വിശ്വസിച്ചാലേ അവൻ മുസ്ലിം ആവുകയുള്ളൂ. അത് വിശ്വസിക്കാത്തവൻ അവിശ്വാസിയാണ്, അമുസ്ലിമാണ്. അള്ളാഹു നമ്മുടെ വിശ്വാസം നിലനിർത്തി തരുമാറാകട്ടെ. വിശ്വാസം നമുക്ക് നിലനിർത്തി കിട്ടണം. വിശ്വാസം പാളിപ്പോയാൽ മൊത്തത്തിൽ നമ്മൾ പോയി. വെറുതെ പിന്നെ കുറെ നിസ്കരിച്ചിട്ട് വലിയ കാര്യമില്ല. ഈമാൻ നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ ദുനിയാവിലെ കുറഞ്ഞ ജീവിതത്തെ അള്ളാഹു ആദ്യം പരിചയപ്പെടുത്തുകയാണ്. കാരണം ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നേരം വെളുത്താലും ദുനിയാവ്, രാത്രി ഉറങ്ങാൻ കിടന്നാലും ദുനിയാവ്, പാതിരാ സമയത്ത് ഒരു ഫോൺ വരുന്നു, ദുനിയാവിന് വേണ്ടി വരുന്നു. നമ്മൾ ഉടനെ തന്നെ ഉറക്കം ഒഴിവാക്കിയിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകുന്നു. കുറച്ച് പൈസ കിട്ടാൻ എന്തെല്ലാം മാർഗമുണ്ടോ അതിനുവേണ്ടി എത്രത്തോളം ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാണ്. അവന്റെ ലക്ഷ്യം എന്താണ്? ദുനിയാവ്. അപ്പോൾ ചിലർ ചോദിക്കും, ദുനിയാവ് വേണ്ടേ? ദുനിയാവ് വേണം. ദുനിയാവില്ലാതെ ആഖിറത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലും ആദ്യം ദുനിയാവിനെ പരിചയപ്പെടുത്തി, പിന്നെയാണ് ആഖിറത്തിനെയും പരിചയപ്പെടുത്തിയത്. ദുനിയാവില്ലാതെ പറ്റൂലല്ലോ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ أولئك لهم نصيب مما كسبوا والله سريع الحساب. അല്ലാഹു ഇവിടെ പരിചയപ്പെടുത്തി ആദ്യം ദുനിയാവ്. ദുനിയാവിൽ നീ നല്ലതാ, ആഖിറത്തിൽ നീ നല്ലതാ. ദുനിയാവിൽ നല്ലത് കിട്ടിയെങ്കിലേ ആഖിറത്തിൽ നല്ലത് കിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. അല്ലാഹുവേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണമേ. സാമ്പത്തികം നല്ലത് തരണമേ, വിഭവങ്ങൾ നല്ലത് തരണമേ, ഭാര്യയും ഭർത്താവിനെയും നല്ലത് തരണമേ, സന്താനങ്ങളെയും നല്ലത് തരണമേ. ദുനിയാവിലെല്ലാം നല്ലതാണ് ചോദിക്കുന്നത്. കാരണം എന്താ? ഈ സമ്പത്ത് കൊണ്ട് ആഖിറത്തിൽ ഗുണമുണ്ട്, ഈ ആരോഗ്യം കൊണ്ട് ആഖിറത്തിൽ ഗുണമുണ്ട്, ഈ ഭാര്യയെ കൊണ്ട് ആഖിറത്തിൽ ഗുണമുണ്ട്, ഈ ഭർത്താവിനെ കൊണ്ട് ആഖിറത്തിൽ ഗുണമുണ്ട്, ഈ സന്താനങ്ങളെ കൊണ്ട് ആഖിറത്തിൽ ഗുണമുണ്ട്. അപ്പൊ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ആഖിറവുമായി ബന്ധം അള്ളപ്പെടുത്തിയിരിക്കുകയാണ്. ദുനിയാവിൽ രക്ഷപ്പെട്ടവർക്ക് മാത്രമേ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ദുനിയാവിൽ അതപ്പതിച്ചു പോയാൽ അവൻ ആഖിറത്തിലും പരാജിതനാണ്. അതുകൊണ്ട് ദുനിയാവ് നമ്മൾ ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിസ്ഥലമാണ്. ആഖിറത്തിന് വേണ്ടി, ഖബറിന് വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി വെച്ച ഒരു കൃഷിസ്ഥലം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. എല്ലാ ഉസ്താദുമാരുടെയും പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് എന്ന്. ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലം. കൃഷി നമ്മൾ കഷ്ടപ്പെട്ട് വിളയിറക്കിയാൽ, വിത്തുപാകിയാൽ, നമുക്കതിന്റെ സമയമെത്തുമ്പോ നമുക്കത് കൊയ്തെടുക്കാൻ കഴിയും. പക്ഷെ അതിന്റെ സമയം കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു, പിന്നീട് കുറച്ച് വിത്തുപാകാമെന്ന് നോക്കിയാൽ നടക്കില്ല. ഇതുപോലെ തന്നെയാണ് ദുനിയാവും ആഖിറവും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ പരിചയപ്പെടുത്തുന്നത് വെറും ഒരു കൃഷിസ്ഥലം പോലെയാണ്. وَضْرِبْ لَهُمْ مَثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فاختلط به نبات الأرض فأصبح حشيما تذروه الرياح وكان الله على كل شيء مقتدرا. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا.
ദുനിയാവിന്റെ പിറകെ ഓടുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുനിയാവിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. ഈ പ്രവിശാലമായ ഭൂമി അല്ലാഹു നമുക്ക് ഒരുക്കിയത് ദുനിയാവിൽ ജീവിതം നയിക്കുന്നതിന് മാത്രമല്ല, ഈ ദുനിയാവിലൂടെ ആഖിറത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രവിശാലമായ ഭൂമി അല്ലാഹു ഒരുക്കിയത്. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇമാമിന്റെ പുറകിൽ നിന്ന് ഓതുന്ന ആയത്ത് കേൾക്കുന്നവരാണ്. വഇലൽ അർളി കൈഫ സുതിഹത്, ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി അവൻ വിശാലമാക്കിയില്ലയോ? ശേഷം എന്താണെന്നറിയുവോ? ഫദക്കിർ, നീ ചിന്തിക്കൂ സഹോദരാ, ഈ ഭൂമി അല്ലാഹു വിശാലമാക്കി തന്നത് എന്തിനാണെന്ന് നീ ചിന്തിക്കുക. ഫദക്കിർ, ഫദക്കിർ, നബിയെ അതിനെ കുറിച്ച് ചിന്തിക്കണേ, ജനങ്ങൾക്ക് ഉത്ബോധനം നൽകണമേ. പരിശുദ്ധ ഖുർആൻ നമ്മോട് നൽകുന്ന സൂചനയാണ്, ഈ ഭൂമി നിനക്ക് വേണ്ടി നാം ഉപയുക്തമാക്കി തന്നില്ലയോ? ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വഖുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. പ്രവിശാലമായ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടക്കുന്ന മനുഷ്യ, ഭൂമിയിലൂടെ സഞ്ചരിച്ച് യഥേഷ്ടം നീ ഭക്ഷണങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവനല്ലയോ? പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, വഇലൈഹിൻ നുശൂർ, അല്ലാഹുവിലേക്കാണ് നിന്റെ മടക്കം, അവനിലേക്കാണ് നിന്റെ മടക്കം, അവിടെയാണ് നിന്റെ സങ്കേതം, അവിടെ നിനക്ക് വിചാരണയുണ്ട്. നീ ഭൂമിയിൽ സഞ്ചരിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഭൂമിയിൽ കുടിച്ച വെള്ളത്തെ കുറിച്ചും കഴിച്ച ഭക്ഷണത്തെ കുറിച്ചും ആഖിറത്തിൽ വിചാരണയുണ്ട്. വഇലൈഹിൻ നുശൂർ, അങ്ങോട്ടേക്ക് മടക്കം. ഖുർആനിൽ അല്ലാഹു ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയുന്നത് എന്താ? അങ്ങോട്ട് ശ്രദ്ധിച്ചോ. ആദ്യം പറഞ്ഞു ഫദക്കിർ, ചിന്തിച്ചോ. രണ്ടാമതാണ് വഇലൈഹിൻ നുശൂർ, അവനിലേക്ക് മടക്കം, സൂക്ഷിച്ചോ. فإذا قضيت الصلاة فانتشروا في الأرض واذكروا الله. നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിങ്ങൾ ഒരുമിച്ച് ഓടണമെന്നല്ല അള്ളാന്റെ ഉദ്ദേശം. നിങ്ങൾ ജമാഅത്തിന് കൃത്യമായി നമസ്കരിച്ച് ദിക്റുകളും ദുആകളും കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകണമേ, വ്യാപിക്കണമേ. ഭൂമിയുടെ ഉപരിതലത്തിലൂടെ പോയി അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച വിഭവങ്ങൾ നിങ്ങൾ സമ്പാദിച്ചു കൊള്ളണമേ, അധ്വാനിച്ചു കൊള്ളണമേ. പക്ഷേ ഒരു കാര്യം, അല്ലാഹയെ ഓർക്കണം. നിങ്ങൾ സമ്പാദിച്ചോ, തിന്നോ, കുടിച്ചോ എല്ലാം ചെയ്തോ, പക്ഷേ അല്ലാഹയെ ഓർക്കണം. ഒരു താക്കീത് കൈക്കൂലി വാങ്ങുന്ന ഓഫീസിൽ എഴുതി വെച്ചേക്കും, കൈക്കൂലി കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. ഇന്ന അങ്ങനെ വാങ്ങിയാൽ ഇതാണ്ട് നിങ്ങൾ ഇന്ന നമ്പറിൽ വിളിച്ചാൽ മതി. സിഗരറ്റ് കുടിക്കുന്ന, ആ സിഗരറ്റ് വലിക്കുമ്പോൾ ആ സിഗരറ്റിൽ എഴുതിയിട്ടുണ്ടാകും, അതിന്റെ കവറിൽ എഴുതിയിട്ടുണ്ട്, ഇത് കഴിക്കരുത്, ഇത് കുടിക്കരുത്. ഈ സിഗരറ്റ് വലിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ മാരകമായ രോഗം ഉണ്ടാകും. കാട്രായി അടിക്കാൻ പോകുമ്പോഴും മണിച്ചം വാട്ടറിലും അതിന്റെയും ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇത് കുടിക്കരുത്, ഇത് കുടിച്ചാൽ നിങ്ങൾ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ്. പക്ഷെ മനുഷ്യന്മാർ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ആരെങ്കിലും ഇത് ഒഴിവാക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം താക്കീതുണ്ട്. താക്കീതില്ലാതെ എവിടെയാണ്? പരിശുദ്ധ ഖുർആനിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ താക്കീത് നൽകുന്നുണ്ട് നമുക്ക്. ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തെ, ഭൂമിയെ, നമുക്ക് ദുനിയാവിൽ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് അവസാനം അല്ലാഹു നൽകുന്നത് താക്കീതാണ് നൽകുന്നത്. ഫദക്കിർ വദ്കുറുല്ലാഹ് വഇലൈഹിൻ നുശൂർ, സൂക്ഷിച്ചോ, ചിന്തിച്ചോ, മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ആകാശം എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത് ഒരു കളി, ചിരി, തമാശ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا إنما الحياة الدنيا لعب وله وإن تؤمنوا وتتقوا يؤتكم أجوركم
വലാ യസ്അൽകും അംവാലകും മൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅതിഹി മിൻഹാ വമൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി. പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അറിയിച്ചു തരികയാണ്, ഈ ഭൂമിയിലെ ജീവിതത്തിന് ആരൊരാൾ ഉല്ലസിക്കുന്നുവോ, ആഹ്ലാദിക്കുന്നുവോ, ഇഷ്ടപ്പെടുന്നുവോ, ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് ഒരാൾ തൃപ്തിപ്പെടുന്നുവോ, നുഅതിഹി മിൻഹാ, അവന് നാം അല്പം സുഖഭോഗങ്ങൾ മാത്രമേ നാം ദുനിയാവിൽ നൽകുകയുള്ളൂ. വമൻ കാന യുരീദുൽ ആഖിറ, ആരൊരാൾ പരലോകത്തിന് വേണ്ടി, ആരൊരാൾ ഖബറിന് വേണ്ടി, ആരൊരാൾ മഹ്ശറിന് വേണ്ടി ഒരുങ്ങുന്നുവോ, അധ്വാനിക്കുന്നുവോ, നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ അധ്വാനത്തിൽ നാം ധാരാളം നൽകുമത്രേ, ആധിക്യം നൽകുമത്രേ. അവൻ അമിതമായി ദുനിയാവിലും ആഖിറത്തിലും നാം കൂട്ടിക്കൂട്ടി നൽകും. അവന്റെ കച്ചവടമാണ് ഏറ്റവും വിജയകരമായ കച്ചവടം. അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹു ദുനിയാവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം. ദുനിയാവിന് വേണ്ടി ആര് സമ്പാദിക്കുന്നുവോ അവർക്ക് നുഅതിഹിമിന, കുറച്ച് 100 കോടിയും 500 കോടിയും സാക്ഷാൽ 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥന്മാരും ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ടല്ലോ. 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥന്മാര് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നാം വിരല് മൂക്കത്ത് വെച്ചിട്ട് പറയും, അല്ലോ എത്ര വലിയ അനുഗ്രഹം ലഭിച്ചവനാണ്. ഓ, അവൻ രക്ഷപ്പെട്ടില്ലേ? 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥൻ, അവൻ രക്ഷപ്പെട്ടില്ലേ? സ്വാഭാവികമായിട്ട് പറയും അവൻ രക്ഷപ്പെട്ടു. ഇതൊന്നും ഒരു രക്ഷയല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, നുഅതിഹി മിൻഹാ, നുഅതിഹി മിൻഹാ, കുറച്ചേ ഞാൻ കൊടുക്കുള്ളൂ. 2 ലക്ഷം കോടിയുടെ ഉടമസ്ഥനെ നോക്കിയിട്ട് അല്ലാഹു പറയാണ് നുഅതിഹി മിൻഹാ, അവന് നാം അല്പമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കളും അല്ലാഹുവിന്റെ ദാസന്മാരും ദാസികളും ലൗ ഇജ്തമഉ ഫീ സഈദിൻ വാഹിദിൻ, അവർ വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി ഒരുമിച്ച് കൂട്ടം കൂട്ടമായി നിന്നുകൊള്ളട്ടെ, ഇൻസകും വജിന്നകും, നിങ്ങളുടെ എല്ലാ മനുഷ്യരും, നിങ്ങളിൽപ്പെട്ട ഭൂതവർഗവും ജിന്നുവർഗവും സകലമാന സൃഷ്ടിജാലങ്ങളും വിശാലമായ ഒരു മരുഭൂമിയിൽ പോയി അവർ നിന്നുകൊള്ളട്ടെ. വസഅലു അല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഔദാര്യം ഒരുമിച്ച് ചോദിച്ചു കൊള്ളട്ടെ. ഫഉതീതു കുല്ല മസ്അലത്തിൻ, ഓരോ വ്യക്തികളും അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അവരെന്താണോ ചോദിക്കുന്നത്, അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അത് നാം അവർക്ക് നൽകുമത്രേ, നൽകുമത്രേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കൾക്ക് അവർ ഇഷ്ടപ്പെടുന്നത് മുഴുവനും ഞാൻ വാരിക്കോരി കൊടുത്താലും ശരി, അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് അല്പം പോലും കുറയുകയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാൾ ഒരു സൂചി, ഒരാൾ ഒരു മുട്ടുസൂചി കടലിൽ കൊണ്ടുപോയിട്ടാൽ, കടലിൽ മുക്കിയെടുത്താൽ ആ മുട്ടുസൂചിയിൽ എത്രത്തോളം വെള്ളമാണോ പെട്ടുപോയത്, അതല്ലാതെ അള്ളാന്റെ ഖജനാവിൽ കുറയുകയില്ല എന്ന് പടച്ചവൻ പറഞ്ഞതായി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു സൂചി കൊണ്ടുപോയി നമ്മുടെ ഈ കടലിലോട്ട് മുക്കിയെടുത്താൽ എത്രത്തോളം കാണും, അതിൽ എത്ര വെള്ളം കാണും? ഒരു സൂചി, നമ്മുടെ വിരലല്ല, സൂചി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ സൂചി മുക്കിയെടുത്താൽ ഒന്നുമില്ലല്ലോ അതില്. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഈ ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാരി കോരി കൊടുത്താൽ അള്ളാന്റെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ. അള്ളാന്റെ ഖജനാവിൽ നിന്ന് കുറയുന്നത് അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് അള്ളാന്റെ റസൂൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞത്. അപ്പൊ 2000 കോടി അല്ലെങ്കിൽ 1000 കോടി 100 കോടി ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. ഇതൊന്നും അള്ളാന്റെ അടുക്കൽ വലിയ കാര്യമല്ല. നമ്മൾ ഇതെന്തോ വലിയ കാര്യമാക്കുന്നു. കോടീശ്വരൻ, കോടിപതി, ലക്ഷാധിപതി എന്നൊക്കെ നമ്മൾ വലിയ പേരിട്ട് ഓരോരുത്തരെ ഭയങ്കരമായ നിലയിൽ പുകഴ്ത്തുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല. കേവലം ഒരു സൂചി മുക്കിയെടുത്താൽ എത്രത്തോളം ഉണ്ടോ അത്രേ ഉള്ളൂ.
അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പല പ്രാവശ്യമായിട്ട് ഖുർആനിലൂടെ പറയുന്നത്, ദുനിയാവിന് വേണ്ടിയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നുഅ്തിഹി മിന്ന, അല്പം നിനക്ക് ഞാൻ തരും, അല്പം. വമൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി. ആരൊരാൾ ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുന്നുവോ, ആഖിറത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുവോ, ഖബറിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുവോ, നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ കച്ചവടത്തിൽ നാം ലാഭം നൽകുമത്രേ. ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ കൂടുതൽ നൽകുന്ന അല്ലാഹു. അതുകൊണ്ട് അല്ലാഹു തആല ദുനിയാവിനെ പരിചയപ്പെടുത്തുന്ന ഖുർആനിന്റെ പല ഭാഗങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കോ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്, കളിയാണ്, വിനോദമാണ്, ചിരിയാണ്, രസമാണ്. വൈൻ തുഅ്മിനൂ വതത്തഖൂ യുതികും ഉജൂറകും വലാ യസ്അൽകും അംവാലകും. നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ച് ജീവിച്ചാൽ, അല്ലാഹുവിന്റെ വഴികളെ യാഥാർത്ഥ്യമാക്കിയാൽ, അവന്റെ വിധിവിലക്കുകളെ മാനിച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് നൽകുകയും നിങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും അവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുമത്രേ. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ച് പറയുകയാണ്. ആരാണ് ഖബറിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ആള്? ഖബറിനകത്തുള്ള രക്ഷയ്ക്ക് വേണ്ടി ആരാണ് പ്രതീക്ഷിക്കുന്നത്? അതിനെ ആഗ്രഹിക്കുന്നത് ആരാണ്? അവിടെ രക്ഷ കിട്ടണമെന്ന് കൊതിക്കുന്നത് ആരാണ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു തആല പറയുന്നു, ദുനിയാവില് ഒന്നുമില്ല, വളരെ തുച്ഛം, ആഖിറവാണ് വലുത്. അതിലേക്ക് വാ. മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ദുനിയാവിൽ ആണായാലും പെണ്ണായാലും കുട്ടിയായാലും വലുതായാലും ആരൊരാള് നന്മ ചെയ്യുന്നുവോ സദ്വൃത്തരാകുന്നുവോ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നല്ല ജീവിതം അല്ലാഹു സമ്മാനിക്കുമത്രേ. അതാരും ആകട്ടെ. ഇവിടെ അല്ലാഹു വലിപ്പം ചെറുപ്പം നോക്കുന്നില്ല. പടച്ച റബ്ബിന് ഇഷ്ടം എന്ന് പറയുന്നത് അല്ലാഹയെ വഴിപ്പെടുന്നവനാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് നല്ല ജീവിതം നൽകും, നല്ല ജീവിതം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ വലിയ കൊട്ടാരമില്ല, വലിയ വീടില്ല, BMW ഇല്ല. പക്ഷെ എന്നാൽ അവർ സഞ്ചരിക്കുന്നത് BMW-ക്കകത്ത്. അവരെ ഏത് കൊട്ടാരത്തിലും കൊണ്ടുപോകാൻ ആളുകളുണ്ട്, അവർക്ക് എന്തും വാങ്ങിക്കൊടുക്കാൻ ആളുകളുണ്ട്. പക്ഷെ എന്നാൽ അവർക്ക് വല്ലതുണ്ടോ? ഒന്നുമില്ല. അവർക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. എല്ലാ ജനങ്ങളും അവരിലേക്ക് പോകുന്നു, അവരെ ആശ്രയിക്കുന്നു. എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ആർക്കാ പിഴച്ചത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നവർക്ക് ഒരു ന്യൂനതയും ഉണ്ടാവുകയില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. അവരെ അല്ലാഹു ഉയർത്തുകയേ ചെയ്യുകയുള്ളൂ. ദുനിയാവ് അവരുടെ പിന്നാലെ കടന്നു വരും. ദുനിയാവിന്റെ പിറകെ അവര് പോകേണ്ട കാര്യമില്ല. ദുനിയാവ് അവരെ തേടി ഓടിയെത്തും. അതാണല്ലോ ഇന്ന് ഓരോ സാദാത്തുക്കളുടെ ആരിഫീങ്ങളുടെ ഒക്കെ മുന്നിൽ കൂട്ടം ജനങ്ങൾ ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്നു. സമ്പന്നൻ അടക്കമുള്ളവർ, MLA അടക്കം, MP അടക്കം, മന്ത്രി അടക്കം അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കാണുന്നതിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോയി കാണുന്നു. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുമ്പോ ദുനിയാവിലുള്ള ജനങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താ കുറവ്? കുറെ പണമുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇഅ്മൽ ലിദുനിയാ ബിഖദ്രി ബഖായിക ഫീഹാ വഅ്മൽ ലിൽ ആഖിറ ബിഖദ്രി മഖാമിക ഫീഹാ. ദുനിയാവിൽ നിനക്ക് ജീവിക്കുന്നതിന് വേണ്ടി കുറച്ച് നീ സമ്പാദിച്ചു കൊള്ളുക. ആഖിറത്തിലെ പരമോന്നത സഭയ്ക്ക് വേണ്ടി നീ കൂടുതൽ പ്രവർത്തിച്ചു കൊള്ളുക. ആഖിറത്തിൽ നീ ഒറ്റപ്പെട്ടവനായിരിക്കും. നിന്നെ സഹായിക്കാൻ ആരും കാണുകയില്ല. നിന്റെ ഉപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയോ ഭർത്താവോ ആരും തന്നെ ഉണ്ടാവുകയില്ല. നിന്റെ സഹപ്രവർത്തകര് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കേണ്ടി വരിക. 6 അടി മണ്ണ് വരെ നിന്നെ കബറിനകത്തേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് സലാം പറഞ്ഞ് ദുആ ചെയ്ത് മടങ്ങുന്നത് വരെ
നിന്റെ സുഹൃത്തുക്കള് നാട്ടുകാരും കൂട്ടത്തിലുണ്ടാകും. പക്ഷേ ആരടി മണ്ണിനകത്തേക്ക് ഒറ്റപ്പെട്ട ജീവിതം നീ നയിക്കുമ്പോ, ആ ഖബറിന്റെ ഓരത്ത് നിന്ന് 7 ചുവട്ടടി ജനങ്ങൾ മാറി നിൽക്കുമ്പോ, അതാ 2 പേര് വരുമ്പോ നീ അനുഭവിക്കും ദുനിയാവാണോ വലുത്, ആഖിറമാണോ വലുത്? ഇപ്പോൾ പറഞ്ഞാൽ കേറൂല, ഹൃദയം ചിന്തിക്കൂല, മനസ്സിനകത്തേക്ക് ഇറങ്ങുകയില്ല. കാരണം ദുനിയാവ് നമ്മളെ മൂടിക്കളഞ്ഞു പോയി. അതുകൊണ്ടാണ് പല ആവർത്തി ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നത്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ ഔ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ ഔ വാലിദിഹി ഷൈഅ إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور يا أيها الناس മാനവ സമൂഹത്തെ മുഴുവനുമാണ് അല്ലാഹു വിളിച്ചുകൊണ്ട് ആഖിറത്തെ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിശ്വാസികളെ മാത്രമല്ല, ചിന്തിക്കണേ ചിന്തിക്കണേ ചിന്തിക്കണേ. ഒരു മുസൽമാന്റെ മൃതദേഹം വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുപോയി വെച്ച് കത്തിച്ച് ചാമ്പലാക്കിയാലും അവനെയും വിചാരണ ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരാളുടെ മൃതശരീരം കത്തിച്ച് ചാമ്പലാക്കി ഈ കാണുന്ന കടലിന്റെ അഗാധ ഗർത്തത്തിൽ കൊണ്ടുപോയി വിതറിയാലും അവനെയും നാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട്, ആരാണടാ നിന്റെ റബ്ബ്, ആരാണടാ ദീനുമായി ദീനിനെ പരിചയപ്പെടുത്താൻ നിങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകൻ, ഇതിനെക്കുറിച്ച് ചോദ്യം അവനോടും ഉണ്ടാകുമെന്ന് ഖുർആനും ഹദീസും പറയുമ്പോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു രോഗത്തേക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഉപ്പ ആരെന്ന് ആർക്കറിയാം? ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണെന്ന് ആർക്കറിയാം? ഞാൻ ഈ പള്ളത്താളന്റെ വീടെന്നും എന്റെ താമസ സ്ഥലമെന്നും ആർക്കറിയാം? ഹൈദറോസ് ജമാഅത്ത് കമ്മിറ്റിയുടെ കൂട്ടത്തിലാണ് ഞാനും ഉൾപ്പെടുക എന്നെനിക്കും നിങ്ങൾക്കും എങ്ങനെ അറിയാം? ഒരു പരിചയവുമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബൃഹത്തായ ലോകത്തേക്ക് നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ, മനുഷ്യ നീ മരിച്ച് മണ്ണോട് ചേർന്ന് അലിഞ്ഞു ചേർന്നാലും വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിന്നോട് ചോദ്യം ആവർത്തിക്കുകയാ. അഹസിബന്നാസ് അയ്യുത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞാൻ തൊപ്പി വെച്ചത് കൊണ്ടോ, ഞാൻ ദാടി വെച്ചത് കൊണ്ടോ, എനിക്ക് നമസ്കാരത്തഴമ്പുള്ളത് കൊണ്ടോ, 5 നേരം കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്ന മുസൽമാനായത് കൊണ്ടോ എന്നോട് ചോദ്യമില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ശിക്ഷ വരികയില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? അത് അബദ്ധ ജഡിലമാണ്, അത് തെറ്റിദ്ധാരണയാണ്, അത് മൗഢ്യ ചിന്താഗതിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ, മാനവ സമൂഹമേ. ലോകത്തെ സകലമാന സൃഷ്ടികളെയും സകലമാന മനുഷ്യ മക്കളെയും പരിശുദ്ധ ഖുർആനിലൂടെ വിളിച്ചു പറയുകയാണ്, ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കും, ഈ ലോകം നശിക്കും, ഈ ആകാശം ഇടിഞ്ഞു വീഴും, ഈ ഭൂമി അതാ വിണ്ടുകീറിപ്പോകും, ഭൂമിയുടെ ഉൾരഹസ്യം ജനങ്ങളുടെ മുന്നിൽ പരസ്യപ്പെടുത്തും. ഈ ജനങ്ങളെ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടും. യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ എന്ന് അല്ലാഹു വിളിക്കുമ്പോ ഹിന്ദുവിനെയും വിളിക്കുകയാണ്, മുസ്ലിമിനെയും വിളിക്കുകയാണ്, ജൂതനെയും വിളിക്കുകയാണ്, നസ്രാണിയെയും വിളിക്കുകയാണ്, അവർണനെയും വിളിക്കുകയാണ്, സവർണനെയും വിളിക്കുകയാണ്, കുലജാതിക്കാരനെയും വിളിക്കുകയാണ്, ജാതിയില്ലാത്തവനെയും വിളിക്കുകയാ, നിരീശ്വര നിർമ്മിത യുക്തിവാദികളെയും അല്ലാഹു വിളിക്കുകയാ. യാ അയ്യുഹന്നാസ്, ഏ മാനവ സമൂഹമേ, ഇത്തഖൂ യൗമാ اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا. ഇന്ന് ഉപ്പാക്ക് സുഖമില്ലെങ്കിൽ ഉപ്പായെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് മക്കളാണ്. ഓടിക്കോടി കാറും എടുത്തുകൊണ്ട് ഓടി വരികയും ഉപ്പായെ താങ്ങിയെടുത്ത് വാഹനത്തിലിട്ട് ഏതെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമോ, എന്തെല്ലാം സഹായം വേണമോ
മാതാപിതാക്കളെ സഹായിക്കാൻ മക്കൾ ഇന്ന് സന്നദ്ധരാകുമത്രേ. ഉപ്പ ഇന്ന് പട്ടിണിയാണോ? ഉപ്പയ്ക്ക് ഉടുക്കാൻ വസ്ത്രമില്ലയോ? കുടിക്കാൻ വെള്ളമില്ലയോ? ഏത് ദിക്കിൽ പോയിട്ട് സഹായിക്കാൻ മക്കൾ ഇന്ന് സന്നദ്ധരാ. ഭാര്യയെ സഹായിക്കാൻ ഭർത്താവുണ്ട്, ഭർത്താവിനെ സഹായിക്കാൻ ഭാര്യയുണ്ട്, മാതാപിതാക്കളെ സഹായിക്കാൻ മക്കളുണ്ട്. ഇതെല്ലാം ദുനിയാവിന്റെ വ്യവസ്ഥയാണ്, ദുനിയാവിന്റെ ജീവിതക്രമമാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു ദിവസം ഇതാ നിന്നിലേക്ക് സംജാതമാകും. വഖ്ശൗ യൗമാ, ആ ദിവസത്തെ നീ ഭയപ്പെടണമേ. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഒരു ഉപ്പാക്കും തന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല, ഒരു മക്കൾക്കും തന്റെ ഉമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. അങ്ങനത്തെ ഒരു ദിവസം ഇതാ നിന്നിലേക്ക് വരിക തന്നെ ചെയ്യും. എന്റെ ഭർത്താവേ, എന്റെ ഭാര്യമാരെ, എന്റെ സഹോദര, എന്റെ സഹോദരി, ദുനിയാവിൽ നമ്മെ സഹായിക്കാൻ ആയിരങ്ങളുണ്ടല്ലോ. ഈ ജൂദ് എന്ന സംഘടനയുടെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പിയെടുക്കാൻ ഈ സമുദായം തയ്യാറാകുമ്പോ ആഖിറത്തിൽ ഈ സാധുക്കളെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ സമ്പന്നരെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ മാതാവിനെ സഹായിക്കുന്നതാരാ? ആഖിറത്തിൽ സുഹൃത്തുക്കളെ സഹായിക്കുന്നതാരാ? വലാ യജ്സി വാലിദുൻ അൻ വലദിഹി ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയാത്ത ഒരു ദിവസമാ. ആ ദിവസത്തെ ഓർക്കണമേ, ഭയപ്പെടണമേ, ചിന്തിക്കണമേ, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണമേ, അതിനുവേണ്ടി കരുതിയിരിക്കണമേ. വീണ്ടും അല്ലാഹു ഉണർത്തുകയാണ്, ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണമേ, അവനെ സ്മരിക്കണമേ, അവനെ വഴിപ്പെടണമേ, അവന്റെ വിധിവിലക്കുകളെ മാനിക്കണമേ. ഇന്ന വഅദല്ലാഹി ഹഖ്, അവന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാ. മയ്യത്ത് കട്ടിൽ വീട്ടിലേക്ക് എത്തുമ്പോ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യ, നിന്റെ അരികിലേക്ക് മാലാകമാരിറങ്ങി വരുമ്പോ മാത്രം എന്നെ ഒന്ന് മടക്കണേ അല്ലാ. ഇപ്പോഴാണ് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്, ആഖിറത്തിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്, നിന്റെ വാഗ്ദാനം ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ റബ്ബേ, ഒന്ന് മടക്കണേ റബ്ബേ. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നീ പറയും, സഹോദരാ, സഹോദരി, ഇല്ല ഇല്ല, ആ സന്ദർഭത്തിൽ നിന്റെ അപേക്ഷ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഖുർആൻ പരസ്യമായി പറയുകയാ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നേരം വെളുക്കുമ്പോ സന്ധ്യാസമയം വരെ ദുനിയാവേ, 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 സമ്പത്തെ, സമ്പത്തെ, പ്രതാപമേ, അന്തസ്സേ, അഭിമാനമേ, അധികാരമേ എന്ന് പറഞ്ഞു ഓടല്ലേ, ഓടല്ലേ, അതിന്റെ പിന്നാലെ പോകല്ലേ. ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ച്, ഏതെങ്കിലും ഒരു ദിക്കിൽ വെച്ച്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിന്റെ മയ്യത്ത് വീണ് കിടന്നാൽ നിന്റെ സകലമാന ജീവിതവും നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, നബിയേ, നബിയേ പറയണേ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഈ ദുനിയാവിന്റെ നിസാരതയെ, ഈ ദുനിയാവിന്റെ നിന്ദതയെ അല്ലാഹു പരിചയപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തോട് പരിചയപ്പെടുത്തുകയാണ്, മരണം, മരണം, മരണം സുനിശ്ചിതമാണെന്ന് ലോകത്തോട് പറയുക. അവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഖബറിനെ കുറിച്ച് ജനങ്ങളോട് ഉത്ബോധനം നടത്തണേ നബിയെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദതി ഫയുനബ്ബിയുകും ബിമാ കുൻതും തഅമലൂൻ. ഏതൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണോ രാവിലെ ഹൈവേ റോഡിലൂടെ, MC റോഡിലൂടെ നേരം വെളുക്കുന്നതിന് മുമ്പേ സുബഹി നമസ്കാരം പോലും ഖളാ ആക്കിയിട്ട് നെട്ടോട്ടം ഓടുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, യുവതി
യുവതികളെ, രാവിലെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവരെ, നിന്റെ അമിതമായ കൊളസ്ട്രോൾ കളയുന്നതിന് വേണ്ടിയല്ലയോ നിന്റെ ഈ ഓട്ടം? എതുവരെയാണ്, എത്രത്തോളമാണ്, എതുവരെ നീ ഓടും? നിന്റെ ശരീരത്തിന് അല്ലാഹു ഒരായസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ. നിന്റെ അജലെത്തിയോ, നിന്റെ സമയമെത്തിയോ, നിന്റെ ആയസ് അവസാനിച്ചുവോ, അത് ഹൈവേ റോഡിന്റെ നടുവിലാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഊടുവഴികളിലൂടെയോ ഇടവഴിയിലോ എവിടെയാണെങ്കിലും റബ്ബിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ. അല്പം പോലും പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല. അതിന്റെ യഥാർത്ഥ സമയത്ത് തന്നെ അവന്റെ ആത്മാവിനെ പിടിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ദുനിയാവേ ദുനിയാവേ എന്നുള്ള ചിന്ത കുറച്ചു മാറ്റിവെച്ച് ആഖിറമേ ഖബറേ ഖബറേ എന്ന ചിന്ത കൂടെ അയവിറക്കേണമേ അയവിറക്കേണമേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുമ്പോ ആ മഹദി അവர்கள் ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അമിത്തഅനി ബിസൗജി റസൂലില്ലാഹ് വബി അബി സുഫിയാൻ വബി അഖീ മുആവിയ. ഇന്ന് ദുനിയാവിൽ ഈ നാട്ടിൽ നിന്ന് പള്ളത്ത് നിന്ന് ഒരാൾ ദുബായിലേക്ക് യാത്ര തിരിക്കുമ്പോ ആ ദുബായിൽ യാത്ര തിരിച്ച സഹോദരന്റെ ഭാര്യയോട് ജനങ്ങൾ ചോദിക്കുന്നു, അവൻ എന്തിനാണ് ഗൾഫിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോ 2 പെൺമക്കളാണ് അവന് വളർന്നു വരുന്നത്, ഒരു വീടില്ല, ജീവിക്കാനുള്ള വഴിയില്ല, അതുകൊണ്ട് എന്റെ ഇച്ഛ പോയത് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്, മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു കിടപ്പാടത്തിന് വേണ്ടിയാണെന്ന് ഓരോ ഭാര്യമാരും പറയുമെങ്കിൽ നാളെ ഗൾഫിൽ നിൽക്കുന്ന സഹോദരനോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്തിനാണ് സഹോദര ഈ പ്രവാസ ജീവിതം നീ നയിക്കുന്നത്? നാട്ടിൽ നിനക്ക് 500 റുപ്യ ദിവസം കിട്ടുമല്ലോ, 1000 കിട്ടുമല്ലോ എന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന, വിദേശത്ത് ജീവിക്കുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഗൾഫുകാരനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, അതുകൊണ്ട് മിച്ചമില്ല മിച്ചമില്ല മിച്ചമില്ല, നാട്ടിൽ കിട്ടുന്ന 1000 രൂപ അപ്പോൾ തന്നെ തീർന്നു പോവുകയാണ്. എനിക്കൊരു വീട് വേണം, എന്റെ മക്കളെ കല്യാണം കഴിപ്പിക്കണം, എന്റെ ഭാര്യയുടെ രോഗവിവരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, എന്റെ ഉപ്പയെ എന്റെ ഉമ്മയെ സംരക്ഷിക്കാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, അതിനാണ് ചുട്ടുപഴുത്ത മണൽപ്പരപ്പിലൂടെ രാപ്പകലില്ലാതെ ഞാൻ അധ്വാനിക്കുന്നതെന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരൻ പറയുമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബയും പറഞ്ഞത് ഇതേ ആശയമാ. അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ ഭർത്താവായ നബി തങ്ങളെ കൊണ്ട് എനിക്ക് ജീവിതത്തിന് സുഖം നൽകണമേ, എന്റെ ഉപ്പയായ അബൂ സുഫിയാനെ കൊണ്ട് ജീവിതത്തിന് സൗഖ്യം നൽകണമേ, എന്റെ സഹോദരൻ മുആവിയയെ കൊണ്ട് എന്റെ ജീവിതത്തെ നീ സുഖിപ്പിക്കണമേ പടച്ചവനെ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ കടന്നു വരികയാ. ഹബീബായ തങ്ങളുടെ ശ്രവണപുടങ്ങളിലേക്ക് ഉമ്മു ഹബീബയുടെ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്, അടിച്ചു വീശുകയാ. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഉമ്മു ഹബീബ ലഖദ് സഅൽതില്ലാ, നീ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ, നീ ചോദിച്ചത്, ഏ ഉമ്മു ഹബീബ നീ ചോദിച്ചത് അയ്യാമം മഅദൂദാ വഅർസാഖം മഖ്സൂമാ, നിർണയിക്കപ്പെട്ട നാളുകളെ കുറിച്ചാണ് നീ ചോദിക്കുന്നത്. അല്ലാഹു നിനക്ക് എഴുതപ്പെട്ട റിസ്കിനെ കുറിച്ചാണ് നീ ചോദിച്ചിരുന്നത്. പക്ഷേ ഉമ്മു ഹബീബ ലഖദ് സഅൽതില്ലാഹ അയ്യുആഫീകി മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബ്രി കാന ഖൈറൻ വഅഫ്ളലാ. ഉമ്മു ഹബീബ നീ ചോദിച്ചത് ദുനിയാവിന്റെ വിഭവങ്ങളാണ്, നശിച്ചു പോകുന്ന വിഭവങ്ങളാണ് നീ ചോദിച്ചത് ഉമ്മു ഹബീബ. പക്ഷേ നീ ഖബറിന്റെ രക്ഷയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ, ആഖിറത്തിന്റെ വിശാലതയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ, പരമോന്നത പീഠത്തെ നീ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ കാന ഖൈറൻ
ഖൈറൻ വഅഫ്ളലാ, അത് ഉന്നതമായിരുന്നു, അത് ശ്രേഷ്ഠമായിരുന്നു, അത് നല്ലതായിരുന്നു. ഉമ്മു ഹബീബ ലൻ യഅജലല്ലാഹു ബിശൈഇൻ ഖബല അജലിഹി വലൻ യുഅഖിറല്ലാഹു ശൈഅൻ ബഅദ അജലിഹി. ഏ ഉമ്മു ഹബീബ, ഒരാൾക്ക് അല്ലാഹു ഒരാപത്ത് വരുത്താൻ തീരുമാനിച്ചാൽ, അവന്റെ റൂഹെടുക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ അല്പം പോലും മുന്തിക്കുകയില്ല, അല്പം പോലും പിന്തിക്കുകയില്ല. അത് കൃത്യമായ സമയത്ത് തന്നെ നടക്കും ഉമ്മു ഹബീബ. പക്ഷേ നീ ചോദിക്കേണ്ടത് എന്തെന്നറിയുവോ? ഒറ്റപ്പെട്ട ജീവിതമാണ് ഖബറിൽ നീ നയിക്കേണ്ടത്. ഈ റസൂലുള്ള പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കേണ്ടി വരുമല്ലോ. നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ സഹോദരങ്ങളോ നമ്മുടെ കുടുംബക്കാരോ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട ആരുടെ മണ്ണിൽ കിടക്കുന്ന ആ ഒരു സന്ദർഭത്തെ കുറിച്ചാണ് നീ ചോദിച്ചിരുന്നതെങ്കിൽ അത് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമാകുമായിരുന്നു ഉമ്മു ഹബീബ. അല്ലാഹുവിന്റെ റസൂല് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മഹദിയായ അവിടുത്തെ ഭാര്യയോട് പറഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മുടെ ഭാര്യമാരുടെ ആഗ്രഹം എന്താണ്? എനിക്കൊരു വീട് വേണം, എനിക്കൊരു സ്ഥാപനം വേണം, എനിക്കൊരു ജോലി വേണം, എനിക്കൊരു വാഹനം വേണം, ദുനിയാവിൽ അടിച്ചുപൊളിച്ച് ജീവിക്കണം. ഇതല്ലേ എന്റെ പൊന്നു പെങ്ങന്മാരെ നിങ്ങളുടെ ആഗ്രഹം? എന്റെ പൊന്നു സഹോദരങ്ങളെ നമ്മുടെ ആഗ്രഹം? ദുനിയാവിൽ പളപളപ്പല്ലേ ആഗ്രഹിക്കുന്നത്? അള്ളാന്റെ റസൂലിന് ആ ഖബറിനെ കുറിച്ചുള്ള ബോധമുള്ളത് കൊണ്ടല്ലേ സ്വന്തം ഭാര്യയോട് പോലും താക്കീത് ചെയ്തിട്ട് പറഞ്ഞത്, ഏ ഉമ്മു ഹബീബ, ഖബറിനെ കുറിച്ച് ഓർക്കണേ, ഖബറിനെ കുറിച്ച് ഓർക്കണേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിജനാസ. ഒരു ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് അള്ളാന്റെ റസൂൽ അതിന്റെ സവിധത്തിലൂടെ സമീപത്തുകൂടെ കടന്നുപോയപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ പറയുകയാണ്, മുസ്തരീഹുൻ ഔ മുസ്തറാഹും മിൻ. ഇന്ന് എത്രയെത്ര മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും നമ്മൾ പറയാറുണ്ടോ? അവൻ ഇന്നലെ മരിച്ചു, അവൻ വണ്ടി ഇടിച്ചു മരിച്ചു, അവൻ വിദേശത്ത് വെച്ച് മരിച്ചു, അവൻ മരിച്ചിട്ട് ഒരു മാസം ഫ്രിഡ്ജിലായിരുന്നു, ഇപ്പോഴാണ് അവന്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നത്. ഈ വിശേഷമല്ലാതെ മറ്റാഖിറത്തെ കുറിച്ചുള്ള വിശേഷം പറയാറുണ്ടോ? ആരെങ്കിലും പറയുവോ? അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കാണിത്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിനെ നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറയാ, മുസ്തരീഹുൻ ഔ മുസ്തറാഹും മിൻഹു. ഒന്നുകിൽ അവൻ രക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, മൽ മുസ്തരീഹു യാ റസൂലല്ലാഹ് വമൽ മുസ്തറാഹു മിൻഹു യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ മുസ്തരീഹ്? ആരിൽ നിന്നാണ് ലോകം രക്ഷപ്പെട്ടത്? ആരിൽ നിന്നാണ് ഈ വ്യക്തി രക്ഷപ്പെട്ടത്? ആരാണ് രക്ഷപ്പെട്ടത്? അങ്ങ് വ്യംഗ്യമായി പറഞ്ഞല്ലോ നബിയെ. അതിന്റെ വിശദീകരണം, വ്യാകരണം നൽകണം ഹബീബേ. അള്ളാന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിക്കുകയാണ്. ഉടനെ അള്ളാന്റെ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പോകുന്ന മയ്യത്ത് വിശ്വാസിയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണ്. ഈ പള്ളിക്കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ മയസ്തരീഹു മിൻ തഅബിദ് ദുനിയാ വഅദാഹാ ഇലാ റഹ്മത്തില്ലാഹ്. ഒരാള് മരിച്ചാൽ നാം പറയുന്ന വാക്ക്, അയാള് മരിച്ചുപോയി. ആ മുസ്ലിമീങ്ങളാണെങ്കിൽ ചത്തുപോയി, അയാള് വടിയായി, അല്ലെങ്കിൽ അയാള് വെടിയായി, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു മരണത്തെ നിങ്ങൾ ആ വാക്ക് കൊണ്ട് വിലയിരുത്തരുത്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖദിർതഹല മിൻ ദാരിദ് ദുനിയാ ഇലാ ദാരിൽ ആഖിറ. ഒരാള് മരിച്ചാൽ ഖദിൻതഖല ഇലാ റഹ്മത്തില്ലാ. അവൻ മരിച്ചിട്ടില്ല, അവൻ താമസം മാറ്റിയതാണ്, താമസം മാറിയതാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് അള്ളാന്റെ കാരുണ്യത്തിലേക്ക് അവൻ താമസം മാറിയതാണ്, യാത്ര തിരിച്ചതാണ്. ഇതാണ് ഒരു മുസൽമാൻ മരിച്ചു എന്ന് കേട്ടാൽ പറയേണ്ടത്. അള്ളാഹുവിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. നമ്മൾ മരിച്ചു, മരണമടഞ്ഞു, മൃതിയടഞ്ഞു, നിര്യാതനായി, ഇല്ലാത്ത വലാ മുസീബത്ത് പേരുകളെ കൊടുക്കും. റഹ്മത്ത് കൊണ്ടുള്ള ദുആ നമ്മൾ ചെയ്യാറില്ലല്ലോ.
ഖദ് ഇർതഹല ഇലാ റഹ്മത്തില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കാണ് ഖദ് ഇർതഹല ഇലാ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം മടങ്ങി. ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അറബികൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു യർഹം വാലിദൈ, അവന്റെ വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലെങ്കിൽ മരിച്ചുപോയ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ, അതേ പറയുള്ളൂ. റഹ്മത്തിലേക്ക് പോയി, അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പോയി. ഇതാണ് ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പറയേണ്ടത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു, അയാൾ ഇന്നലെ വടിയായി, ആവശ്യമില്ലാത്തൊരു വാക്ക്, മൂക്കി പഞ്ഞു വെച്ചു, കാല് കൂട്ടിക്കെട്ടി, ഇതുപോലുള്ള വാക്കുകളാണ് ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത്. നമ്മൾ പറയേണ്ട നല്ല വാക്ക്. ഉറുദുക്കാരെ ഇന്തിഖാൽ ഹോഗയ, ഇന്ന ആള് മരിച്ചുപോ എന്ന് പറയുന്ന ഇടുന്ന ഇന്തിഖാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ യാത്ര തിരിച്ചു, ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ ലക്ഷ്യം? ഒന്നുകിൽ യസ്തരീഹു മിൻ തഅബി ദുനിയാ മിൻ അദാഹാ ഇലാ റഹ്മത്തില്ലാ. ദുനിയാവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും, ദുനിയാവിന്റെ വേദനകളിൽ നിന്നും, ദുനിയാവിന്റെ അസ്വസ്ഥതകളിൽ നിന്നും, ദുനിയാവിന്റെ എല്ലാ സകലമാന പ്രശ്നങ്ങളിൽ നിന്നും അവനതാ രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ അതൊരു അവിശ്വാസിയാണെങ്കിൽ, ഒരു മോശമായ സ്വഭാവക്കാരനാണ് മരിച്ചതെങ്കിൽ, പലിശക്കാരനാണ്, കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, നാട്ടിൽ അഹങ്കാരത്തിന് കൂട്ടുനിൽക്കുന്നവനാണ് മരിച്ചു പോയതെങ്കിൽ, യസ്തരീഹു മിൻഹുൽ ബിലാദു വശജറു വൽ ഉബ്ബാദു വദ്ദവാബ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ അഹങ്കാരിയിൽ നിന്ന് നാട് രക്ഷപ്പെട്ടിരിക്കുകയാണ്, കാലികൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, വൃക്ഷങ്ങളും സസ്യങ്ങളും രക്ഷപ്പെട്ടിരിക്കുകയാണ്, നാട്ടുകാർ മുഴുവനും ആ വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ ആശയം. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിൽ നാം ഉൾപ്പെടണം. രണ്ടാമതായി പറഞ്ഞതിൽ ഉൾപ്പെട്ടു പോകരുത്. അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വാക്കുകളാണ്. ഒരു കള്ളുകുടിയൻ കുടിച്ച് നാട്ടിന് മൊത്തം പ്രശ്നം, എന്നും വഴക്ക്. അയാൾ മരിച്ചുപോയാല് നാട്ടുകാരെന്താ പറയാ? ഓ കഷ്ടപ്പെടച്ചോനെ, മരിച്ചുപോയല്ലോ റബ്ബേ, ഒരു 10 വർഷം കൂടെ നീ ആയുസ് കൊടുത്തില്ലല്ലോ അള്ളാഹു. ആരെല്ലാം അങ്ങനെ പറയോ? ഓ ആ വല ചത്ത് കിട്ടി, പടച്ചോനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാലോ എന്നല്ലേ പറയുള്ളൂ? അങ്ങനെയല്ലേ പറയുള്ളൂ? നാട്ടിൽ ഒരു അഹങ്കാരിയായ ഭരണാധികാരി, ഒരു തെമ്മാടിയായ ഭരണാധികാരി നാട് ഭരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഭരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ മഹല്ല് ഭരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമം ഭരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നു, എന്തുവാകട്ടെ, നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ല. ഈ ചങ്ങാതി മാറയില്ല, അവ മരിച്ചുപോയാൽ നാട്ടുകാർ പറയുന്ന വാക്കെന്താ? അൽഹംദുലില്ലാ, നമ്മുടെ പള്ളി സലാമത്തായി, നമ്മുടെ നാട് സലാമത്തായി, നമ്മുടെ പഞ്ചായത്ത് സലാമത്തായി, നമ്മുടെ വീട് സലാമത്തായി എന്ന് പറയൂലേ? യസ്തരീഹു മിൻഹുൽ ഇബാദ് വൽ ബിലാദ് വശജറു വദ്ദവാബ്. രണ്ട് കൂട്ടരാണ് മയ്യത്ത് കെട്ടിൽ കിടന്നിട്ട് പോകുന്നത്. നല്ല വാക്കുകൾ നമുക്ക് കിട്ടണം, നല്ല വാക്കുകൾ നമുക്ക് കിട്ടണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇദാ വുളിഅത്തിൽ ജനായിസു ഫഹതമലഹർ റിജാലു അലാ അനാഖിഹിം ഖാലത് യാ വൈലഹും ഐന തദ്ഹബൂന ബിഹാ. ഓർക്കണേ സഹോദരങ്ങളെ, വെറുതെ ഒരു മതപ്രഭാഷണം വർഷം തോറും വെച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളണേ. പ്രസംഗം വിലയിരുത്തല്ലേ. ഇന്ന വ്യക്തിയുടെ പ്രഭാഷണമാണെങ്കിൽ നമുക്ക് പോകാമെന്നല്ല നിങ്ങൾ വിലയിരുത്തേണ്ടത്. ഇവിടെ ആരുടെയും വിലയിരുത്തലുകൾക്ക് നമുക്ക് ഇവിടെ പ്രാമുഖ്യമില്ല, അതിനിവിടെ പരിഗണനയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്കാണ് ഇവിടെ പരിഗണന. ഈ പ്രഭാഷണം നടത്തുന്ന അബൂബക്കറും എന്നെ ശ്രവിക്കുന്ന പള്ളത്തുകാരും കാസർഗോട്ടുകാരും നാം മരിച്ചു പോകുമെന്ന ഉത്തമ ബോധത്തോടെയാണ് ഈ പ്രഭാഷണം കേൾക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരാള് മരിച്ചു വീണ് കഴിഞ്ഞാൽ ആ മയ്യത്ത് ജനങ്ങൾ വന്ന് പൊതിഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഫൈൻ കാനത്ത് ഗൈറ
സാലിഹാ. ആ മയ്യത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച മയ്യത്താണ്, നമസ്കാരമില്ലാത്ത മയ്യത്താണ്, പലിശ വാങ്ങിയ മയ്യത്താണ്, മദ്യപിച്ച മയ്യത്താണ്, ലോട്ടറി ടിക്കറ്റ് എടുത്ത് ജീവിതം നയിച്ച മയ്യത്താണ്, ആരാന്റെ സ്വത്തുകളും പണവും അപഹരിച്ചെടുത്ത മയ്യത്താണ്, ആരാനെ വഞ്ചിച്ച് കാശുണ്ടാക്കിയ മയ്യത്താണ്, കളവ് പറഞ്ഞ് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയ മയ്യത്താണ്. ആ മയ്യത്താണ് ജനങ്ങളുടെ തോളിലേറ്റി വെച്ച് കൊണ്ടുപോകുന്നതെങ്കിൽ ആ മയ്യത്ത് അതിന്റെ അവകാശികളോട് വിളിച്ചു പറയുമത്രേ, അഖിറൂനി അഖിറൂനി യാ വൈലഹും യാ വൈലഹും. എന്നെ കൊണ്ടുപോകുന്നവരെ, എന്നെ താങ്ങിക്കൊണ്ടു പോകുന്നവരെ, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം. അഖിറൂനി, എന്റെ വീട്ടിലേക്ക് മടക്കണേ, എന്റെ സ്വദേശത്തേക്ക് മടക്കണേ, എന്റെ നാട്ടിലേക്ക് മടക്കണേ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ. ആരറിയുന്നു, ആര് കേൾക്കുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലയോ ഇത്? എല്ലാവരും ചുമലിലെടുത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അവന്റെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഈ മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് അഹങ്കാരിയായ മയ്യത്ത് വിളിച്ചു പറയുകയാ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, അഖിറൂനി അഖിറൂനി. നല്ലവനാണ്, നമസ്കാരമുള്ളവനാണ്, പലിശ ഒഴിവാക്കിയവനാണ്, ഹറാം ഒഴിവാക്കിയവനാണ്, അല്ലാഹയെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുന്നവരോട് വിളിച്ചു പറയുകയാ, ഖദിമൂനി ഖദിമൂനി, താമസിപ്പിക്കല്ലേ, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ, വേഗത്തിൽ കൊണ്ടുപോകണേ. അവൻ രണ്ട് രീതിയിലായിരിക്കാം ആ മരണത്തെ അവൻ നേരിടുക. ഒന്ന് നല്ല അവസ്ഥയിൽ, അല്ലെങ്കിൽ മോശമായ അവസ്ഥയിൽ. ഈ രണ്ടാലൊരു മരണമായിരിക്കും നാം നേരിടുക. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഖബറിന്റെ കാലൊച്ചകളിലേക്ക് നമ്മുടെ വിഷയം കടക്കുകയാണ്. ഇതുവരേക്കും ഞാൻ അതിന്റെ മുഖപുരകളാണ് പറഞ്ഞു വെച്ചത്. ഇനി നാം ഖബറിലേക്ക് അല്പം പോകാം. ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് മരണമാണല്ലോ നമ്മുടെ വിഷയം. ആ മരണത്തിലൂടെയാണ് ഖബറിലേക്ക് പോവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ ദുനിയാവിൽ വെച്ച് മരിക്കുമ്പോ അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാണാതെ മരിക്കുകയില്ല. ലൻ യഖ്റുജ അഹദുകും മിനദ് ദുനിയാ ഹത്താ യഅലമ ഐന മസീറുഹു വഹത്താ യറാ മഖ്അദഹു മിനൽ നാരി ബിൽ ജന്ന കമാ ഖാല റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ച് ഒരാൾ മരിക്കുമ്പോ ഖബറിലേക്ക് പോകുന്നതിന് തയ്യാറെടുപ്പാണ് അവന്റെ മരണമെങ്കിൽ ആ മരണത്തെ വരിക്കുന്നതിന് മുമ്പ് അവൻ എവിടേക്കാണ് പോവുക എന്ന് അവൻ ആദ്യമായി കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരാളും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോവുകയില്ല. ഒന്നുകിൽ അവൻ സ്വർഗസ്ഥനാണെങ്കിൽ ആ സ്വർഗം കാണാതെ, അതല്ലെങ്കിൽ നരകവാസിയാണെങ്കിൽ ആ നരകം കാണാതെ. ദുനിയാവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോവുകയില്ല. അല്ലാഹു അക്ബർ. രണ്ടാമൊരു കാര്യം ഉറപ്പ്, ഇവിടെ വെച്ച് റിസൾട്ട് അറിയാണ്. ഒന്നുകിൽ നീ പോകുന്ന ഓക്കെ, ഗൾഫിലേക്ക് പോകുമ്പോ കാസർഗോഡ് എംബസിയുടെ പാസ്പോർട്ട് കൊണ്ടുപോകുമ്പോ അടിച്ചു കിട്ടിയാ ഓക്കെ, ഇറങ്ങിയാലും ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാലൊന്നും ഉറപ്പ് അല്ലേ? രണ്ടാലൊന്നും ഉറപ്പ്. ഒന്നുകിൽ കബൂലാവും, ഇല്ലെങ്കിൽ തിരിച്ചടിക്കും. രണ്ടാലൊന്നും ഉറപ്പ് എന്നതുപോലെയാണ് ഒരാൾ മരിക്കാറായിട്ട് കിടക്കുമ്പോ മലക്കുകൾ വരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. 3 കാര്യം ഒരാൾ മനസ്സിലാക്കിയേ മതിയാവും. 3 കാര്യം മരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അനുഭവിക്കുന്നത് 3 അവസ്ഥയാണ്. ഒന്ന്, ഷിദ്ദത്തുൻ നസ്അ, പിടിയുടെ കാഠിന്യത. ഒരാളുടെ റൂഹിനെ പിടിക്കുന്ന കാഠിന്യത. നല്ല അവസ്ഥയിലാണെങ്കിൽ നല്ല രീതിയിൽ, മോശമായ അവസ്ഥയിലാണെങ്കിൽ ആ രീതിയിൽ. അതൊക്കെ ഞാൻ നേരത്തെ പല പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ പരിസരങ്ങളിലൊക്കെ. ഇനി അതൊക്കെ ഒന്ന് ആവർത്തിച്ച് സമയം കളയുന്നില്ല, കാരണം ഖബറിനകത്തുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒന്ന് ഷിദ്ദത്തുൻ നസ്അ, അവന്റെ പിടുത്തം. നല്ലവനാണെങ്കിൽ നല്ല നിലയിൽ പിടിക്കും, മോശക്കാരനാണെങ്കിൽ അടിച്ചു ഒതുക്കിട്ടേ പിടിക്കുള്ളൂ. നല്ലവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും കൊടും കുറ്റവാളി അഹങ്കാരി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും പോലീസിന്റെ നയം എങ്ങനെയാണ്? രണ്ട് രീതിയിലാണല്ലോ.
VIP അറസ്റ്റ് ചെയ്യുമ്പോൾ മാന്യമായിട്ട് പിടിച്ചോണ്ട് പോകും. അതല്ലാത്തവനെ അറസ്റ്റ് ചെയ്ത പെടലിക്ക് 2 കൊടുക്കും, ചെവിക്കുന്നത്തിന് 2 കൊടുക്കും, 2 കുത്തു കൊടുക്കും. വിദേശത്ത് ഗൾഫിലൊക്കെ സൗദിയിലാണെങ്കിൽ ഇങ്ങനെ ഇടിക്കാം, ഇവിടെ നോക്കിട്ട് ഇടിയാണ് ഇടിക്കുക. ചങ്കിന് ഇടിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ചങ്കെന്ന് പറഞ്ഞാൽ ഹൃദയം, ഇവിടെ ചങ്കെന്ന് പറഞ്ഞാൽ കഴുത്ത. കാസർഗോട്ടുകാർക്ക് ചങ്ക് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നെഞ്ചിനകത്ത് വേദന എന്നാ. ഇവിടെ ചങ്ക് വേദന എന്ന് പറഞ്ഞാൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഇവിടുത്തെ കുഴപ്പം. അപ്പൊ അങ്ങനെയാണ് പറയാ. അപ്പൊ 2 പാർട്ട് എന്തായാലും ഇടി ഉറപ്പ് ഇവിടെയാ, ഹാർട്ട് ഇടത്ത് സൈഡായിരിക്കുന്നത്. അപ്പൊ സൗദിയിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇടി കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്. നല്ല ഓർമ്മ നോക്കി ഇട്ട് തരും. അവൻ ജീവിച്ച അത്താല് പാരി ഒഴിക്കാൻ ആരെല്ലാം അവിടെ പോയിട്ട് സമരം നടത്താൻ വല്ലതും പറ്റുമോ? സമരം നടത്താൻ ഓടിയൊക്കെ പോയി അപ്പളെ തുപ്പാക്കി തീർന്നു, ഇടപാട് തീർന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ 3 രീതിയാണ്. ഒന്ന് ഷിദ്ദത്തുൻ നസ്അ്, പിടുത്തം, നല്ലൊരു പിടുത്തം അവന് പിടിക്കും, വല്ലാത്തൊരു പിടുത്തമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പിടുത്തത്തിന്റെ കാഠിന്യത ഓർത്തിട്ട് നബിതങ്ങൾ പോലും ദുആ ചെയ്തു പോയി. അല്ലാഹുവേ ഈ സക്രാത്ത് ഹാല് നീ എളുപ്പമാക്കണമേ, വേഗത്തിലാക്കണമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ അല്ലാഹുമ്മ ഫഅന്നി അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ നീ റൂഹ് പിടിക്കുന്നത് മജ്ജയുള്ള മാംസത്തിന്റെയും നാഡീ ഞരമ്പുകളുടെയും വിരലുകളുടെ അഗ്രങ്ങളിൽ നിന്നുമാണല്ലോ. ഇതെല്ലാം വേദനയേറിയ സ്ഥലങ്ങളാണ്, വേദനയേറിയ അവയവങ്ങളാണ്. ഒരാളുടെ വിരൽ തുമ്പിലൊന്ന് അടിച്ചാൽ ആ വേദന ദിവസങ്ങളോളം നിൽക്കുകയും അവനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമത്രേ. അവന്റെ മജ്ജയിൽ വല്ല രോഗങ്ങൾ വന്നാൽ അവൻ ഉറങ്ങാൻ പോലും കഴിയാത്ത വേദനയായിരിക്കും. ഞരമ്പിനെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു പോയാൽ 5000 കിലോമീറ്ററുകളോളം നമ്മുടെ ശരീരത്തിനകത്ത് ചുറ്റിയിരിക്കുന്ന ഞരമ്പുകളുണ്ടല്ലോ, നാഡീ ഞരമ്പുകളുണ്ടല്ലോ. ആ ഞരമ്പുകൾക്ക് വല്ല ക്ഷതം സംഭവിച്ചാൽ ശരീരത്തിന്റെ നിലപാട് തന്നെ മാറിപ്പോകുമത്രേ. അതിന്റെ താളം തന്നെ തെറ്റിപ്പോവുകയും ഉറങ്ങാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിലായി പോകും. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞരമ്പുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു രോഗം നമ്മളെ അലട്ടിയാൽ നടക്കാനോ കിടക്കാനോ കഴിയാത്ത അവസ്ഥയായിരിക്കും അവർ നേരിടുക. അത്രത്തോളം ഞരമ്പുകളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നുവെങ്കിൽ ആ ഞരമ്പുകളിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. വിരലുകളുടെ അഗ്രത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. മജ്ജയുള്ള മാംസത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഫഅന്നി അലാ മുഹമ്മദിൻ. അല്ലാഹുവേ ഈ മുഹമ്മദിന്റെ മേൽ സക്കറാത്ത് ഹാല് എളുപ്പമാക്കണമേ, ഈ മുഹമ്മദിനെ സഹായിക്കണമേ. ലോകത്തിന്റെ പ്രവാചകനാണ്, വിപ്ലവത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ കെടാവിളക്കായ അല്ലാഹുവിന്റെ റസൂലിനെ പോലും ആ വേദന അലട്ടിയെങ്കിൽ ഞാനും നിങ്ങളും സഹോദരാ ആ വേദനയെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ച് അല്ലാഹുവിനോട് അഭയം തേടേണ്ടതല്ലേ? അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതല്ലേ? അല്ലാഹുവിന്റെ റസൂല് മാതൃകാ പുരുഷനാണ്, അല്ലാഹുവിന്റെ റസൂല് മാതൃകാ മഹാനാണ്. ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ നാഡീ ഞരമ്പുകളിലൂടെ മലക്കുൽ മൗത്ത് അസ്രായീൽ റൂഹിനെ പിടിക്കുമ്പോ എന്റെ സമുദായത്തെയും ഈ അവസ്ഥയിലാണോ മലക്കേ നീ പിടിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് ആ സന്ദർഭത്തിൽ പോലും എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തുവെങ്കിൽ സഹോദരാ ആ മരണത്തിന്റെ പിടുത്തം വല്ലാത്ത പിടുത്തമാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 കാര്യം ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ചേ മതിയാവൂ. ഒന്ന് ഷിദ്ദത്തുൻ നസ്അ്, പിടുത്തത്തിന്റെ കാഠിന്യത. 2 മലക്കുകളുടെ രൂപം. സാലിഹീങ്ങളാണ് മരിക്കുന്നതെങ്കിൽ നല്ല കോലത്തിലാണ് മാലാഖ അവനെ തഴുകി തലോടുക. അതല്ല മോശക്കാരനാണെങ്കിൽ അവന്റെ കാര്യം കഷ്ടം തന്നെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ മയ്യത്തടക്കുന്നതിന് വേണ്ടി ആ മയ്യത്തുമായി ജന്നത്തുൽ ബഖീയിലേക്ക് പോവുകയാണ്. ജന്നത്തുൽ ബഖീയിലെത്തിയപ്പോ ഖബർ പൂർത്തിയായിട്ടില്ല. ആ മയ്യത്ത് ഖബറടക്കുന്നതിനുള്ള ഖബർ പൂർത്തിയായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് താഴെ ഇറക്കി വെക്കാൻ കൽപ്പിക്കുകയാണ്. ആ മയ്യത്ത് താഴെ ഇറക്കി വെച്ചു. സഹാബാക്കൾ എല്ലാവരും വട്ടം കൂടി നിൽക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിനെ സാക്ഷി
സാക്ഷ്യപ്പെടുത്തി ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരാൾ മരിച്ച് ഖബറിലേക്ക് വരുന്ന സംഭവം വരെ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ. ഇന്നൽ അബ്ദ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മിനൽ മലായികത്തും മിനസ് സമാ വഇന്നൽ അബ്ദൽ മുഅ്മിന ഒരു മുഅ്മിനായ സഹോദരനാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ ആകാശലോകത്ത് നിന്ന് മാലാകമാർ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂല് ഖബറടക്കാൻ പോയ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കളോട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ എങ്ങനെയാണ് പിടിക്കപ്പെടുക, അവൻ പിടിച്ച ആത്മാവിനെ പിടിക്കപ്പെട്ടതിന് ശേഷം ആ ഖബറിലേക്ക് കൊണ്ടുവരുന്നത് വരെയുള്ള സംഭവ വികാസങ്ങൾ വളരെ വിശാലമായ ദൈർഘ്യമേറിയ ഒരു ഹദീസിലൂടെ അവതരിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു സാലിഹായ മനുഷ്യനാണ് ഈ ദുനിയാവിൽ നിന്ന് മരിച്ച് ആഖിറത്തിലേക്ക് പോകുന്നതെങ്കിൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ ആകാശ ലോകത്ത് നിന്ന് മാലാകമാർ ഇറങ്ങി വരികയാണ്. വെറും കൈയോടെയല്ല വരിക, വെറുതെയല്ല കടന്നു വരിക. വമഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹുനൂതിൽ ജന്ന. ഇന്ന് ദുനിയാവിൽ വെച്ച് നമ്മുടെ മയ്യത്ത് പൊതിയുന്നത് കേവലം 25 രൂപ മീറ്റർ വിലയുള്ള തുണിയിലാണ് നമ്മുടെ മയ്യത്ത് പൊതിയുന്നതെങ്കിൽ സത്യവിശ്വാസിയായ മനുഷ്യ, സത്യവിശ്വാസിയായ സഹോദര സഹോദരി, നിന്റെ മരണത്തെ അല്ലാഹു വിളിക്കുന്നത് ക്ഷണിക്കുന്നത് എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിനെ ധിക്കരിക്കാതെ അവനെ വഴിപ്പെട്ട് ജീവിച്ച ഒരു വിശ്വാസിയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ സ്വർഗ്ഗലോകത്ത് നിന്ന് മാലാകമാർ താഴേക്ക് ഇറങ്ങി വരികയാണ്. വമഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന സ്വർഗ്ഗലോകത്ത് നിന്ന് അല്ലാഹു കൊടുത്തു വിടുന്ന സ്വർഗത്തിന്റെ പട്ടുടയാടകളുമായി കടന്നു വരികയാണ്. സ്വർഗ്ഗലോകത്ത് നിന്നുമുള്ള കഫൻ തുണിയുമായി കടന്നു വരികയാണ്. വഹനൂതും മിൻ ഹുനൂതിൽ ജന്ന സ്വർഗത്തിന്റെ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ പട്ടുടയാടകളും അവരുടെ കൈവശമുണ്ടത്രേ. അവർ മെല്ലെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഹത്താ യജ്ലിസ മദബസരിഹി മരിക്കാൻ കിടക്കുന്ന സഹോദരന്റെ കട്ടിലിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. കണ്ണെത്താവുന്ന ദൂരത്തോളം ആ മലക്കവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഹോദരന്റെ അരികിലേക്ക് ആ മയ്യത്ത് ആ മലക്ക് മെല്ലെ കടന്നു വന്നിട്ട് തല തടോടിക്കൊണ്ട് പറയുകയാണ്, ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന വബ്ശിരി ബിറൗഹിൻ വറൈഹാൻ വറബ്ബി ഗൈരി ഗളബാൻ. സന്തോഷത്തോടെ കടന്നു വാ, സന്തോഷത്തോടെ പുറത്തേക്ക് വരിക. ഏ ശാന്തി അടഞ്ഞ ആത്മാവേ, സ്വർഗത്തിലേക്കുള്ള ആത്മാവേ, സമാധാനം പൂണ്ട ആത്മാവേ, സ്വർഗലോകത്തിന്റെ സന്തോഷ വാർത്തയുമായി നീ പുറത്തേക്ക് കടന്നു വരിക. ഒരുമ്മ എങ്ങനെയാണോ തന്റെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് എങ്ങനെയാണോ തലോടിക്കൊണ്ട് ഒക്കത്ത് വെച്ച് പാല് കൊടുക്കുന്നത്, എത്രത്തോളം ആ കുഞ്ഞു പൈതലോട് ലാളന കാണിക്കുന്നുവോ അതേപോലെ ആയിരിക്കും മാലാകമാർ സത്യവിശ്വാസിയുടെ ആത്മാവിനെ പിടിക്കാൻ ഇറങ്ങി വരിക. ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷത്തോടെ ഓതിക്കൊടുക്കുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പരിശുദ്ധ ഖുർആൻ ഇന്നൊരാളെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഉസ്താദ് ആ ഖബറിന്റെ ഓരത്തിരുന്ന് തൽഖീൻ ഓതി കൊടുക്കുമെങ്കിൽ ഈ ആത്മാവിന് വേണ്ടിയിട്ടല്ലയോ ഈ പ്രാർത്ഥന, ഈ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയല്ലയോ ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന
ഏ ശാന്തിയടഞ്ഞ ആത്മാവേ, സമാധാനം പൂണ്ട ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയാ. നീ ദുഃഖിക്കരുതേ, നീ പ്രയാസപ്പെടരുതേ, നീ വിഷമിക്കരുതേ, നീ കരയരുതേ. നീ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയത് കൊണ്ട് നിന്റെ ഭാര്യ കരയുന്നുണ്ടാകും, നിന്റെ മക്കള് കരയുന്നുണ്ടാകും, നിന്റെ ശിഷ്യഗണങ്ങള് കരയുന്നുണ്ടാകും, നിന്റെ നാട്ടുകാര് ഒന്നടങ്കം ദുഃഖിക്കുന്നുണ്ടാകും. പക്ഷേ നീ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നീ എന്നിലേക്കാണ് വരുന്നത്, സാലിഹീങ്ങളായ എന്റെ ദാസന്മാരുടെ സമൂഹത്തിലേക്കാണ് നീ കടന്നു വരിക. ഒറ്റപ്പെട്ട ജീവിതമല്ല നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, ഒരു വൻ സംഘം തന്നെ നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ബർസഖിൽ നിന്നെ പ്രതീക്ഷിക്കുകയാ. ഫദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി. എന്റെ ആത്മാക്കളോട്, എന്റെ ശാന്തിയടഞ്ഞ എന്റെ ദാസന്മാരുടെ ആത്മാവുമായി നീ ചേർന്നു കൊള്ളുക. ആ സ്വർഗലോകത്തിന്റെ പരിമളം ആസ്വദിച്ചതിൽ പ്രവേശിച്ചു കൊള്ളുക. ഈ ആയത്തോതിക്കൊണ്ട് സാലിഹായ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ ആ ആത്മാവ് എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? കൂജയിലുള്ള വെള്ളം എങ്ങനെയാണോ ഒഴിച്ചാൽ വളരെ നിസാരമായി ലാഘവത്തോടെ ഒഴുത്തുള്ളികൾ വീഴുന്നത്, ഇതുപോലെയായിരിക്കും സാലിഹീങ്ങളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുക. ഉടനെ ആ ആത്മാവിനെ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഹത്താ യൻതഹി ബിഹാ ഇല സമായി സാബിആ. ഇന്നേ സമയം വരെ കണ്ണു തുറന്നവനാണ്, സംസാരിച്ചവനാണ്, വെള്ളം കുടിച്ചവനാണ്, ചിരിച്ചവനാണ്, എല്ലാവരെയും നോക്കി കണ്ടവനാണ്, കൈ ചലിപ്പിച്ചവനാണ്, കാല് ചലിപ്പിച്ചവനാണ്. ആത്മാവിതാ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ആ സന്തോഷത്തോടെ ആത്മാവിനെയും പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് നേരെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എവിടെയാണ് ആ കൊണ്ടുപോകുന്നതെന്നറിയോ? ഇല്ലിയൂനിലാണ് രേഖപ്പെടുത്തുക. എവിടെയാണ് ആ ഇല്ലിയൂൻ? ഹത്താ യൻതഹി ബിഹാ ഇല സമായി സാബിആ. ഏഴാം ആകാശത്തിലാണ്, ഏഴാം ആകാശത്തിലാണ്, അർശിന്റെ ഭാഗത്താണ്, അതിന്റെ ഉത്തുംഗ സോപാനത്തിലാണ്. ഇല്ലിയൂൻ, ഇല്ലിയൂൻ, ഇല്ലിയൂൻ. ഏഴാം ആകാശത്തിലേക്ക് മാലാകമാർ ഈ ദുനിയാവിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ആ മുസ്ലിമായ വിശ്വാസിയുടെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. സാലിഹീങ്ങൾ സന്തോഷിച്ചോ, മുഅ്മിനീങ്ങൾ സന്തോഷിച്ചോ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര് സന്തോഷിച്ചോ. ഇല്ലിയൂനിൽ അവരുടെ ആത്മാവിനെ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നബിയോട് ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. സാലിഹീങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, അവരുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സ്ഥലമാണ് ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്താണ് സാലിഹീങ്ങളുടെ ആത്മാവിനെ കൊണ്ട് രേഖപ്പെടുത്തുക. ഉടനെ അല്ലാഹു പറയും, ഉക്തുബൂ കിതാബഹു ഫീ ഇല്ലീൻ. ഇപ്പോൾ ഒരാൾ ഇവിടെ വെച്ച് മരിച്ചു, ഇപ്പൊ 8 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഒരാൾ മരിച്ചു. സാലിഹായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ അവിടെ കൊണ്ട് രേഖപ്പെടുത്തും. കാരണം ഈ മയ്യത്ത് ഇനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ ഇനി 1 മാസം കഴിഞ്ഞോ എപ്പോഴാണോ ഇനി കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് മയ്യത്ത് സ്കരിച്ച് കബറിനകത്ത് കൊണ്ടുവരുന്നത്, അപ്പോഴായിരിക്കും ഇനി അടുത്ത പരിപാടി. അതുകൊണ്ട് എന്താ ചെയ്യാ? ഒരാളെ അറസ്റ്റ് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിനെ പിടിച്ച് നേരെ ഇല്ലിയൂൻ രേഖപ്പെടുത്തും. സ്വാലിഹാണെങ്കിൽ. സ്വാലിഹല്ലെങ്കിൽ മറ്റൊരു സ്ഥലം, അത് രണ്ടാമത്തെ വിഷയം. അത് ഈ വിഷയം പറഞ്ഞ് തീർക്കട്ടെ. സ്വാലിഹാണെങ്കിൽ നേരെ ഇല്ലിയൂനിൽ കൊണ്ടുപോയി രേഖപ്പെടുത്തും. അതെവിടെയായി ഇല്ലിയൂൻ എന്ന് പറഞ്ഞ സാധനം? 7 ആകാശത്തിന്റെ ഉന്നതങ്ങളിലാണ്. ഹത്താ യൻതഹി ബിഹാ ഇല സമായി സാബിആ. 7 ആകാശത്തിൽ കൊണ്ടത് രേഖപ്പെടുത്തും. രേഖപ്പെടുത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്തോടുകൂടി പടച്ചതമ്പുരാൻ പറയുകയാണ് മലക്കുകളോട്, ആ വ്യക്തിയെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ, പിറ്റേ ദിവസമായി സഹോദരൻ മരിച്ചു കിടന്നു, അദ്ദേഹത്തെ എല്ലാവരും കുളിപ്പിച്ചു, വന്നു, മയ്യത്തെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖബറിനകത്തേക്ക് കൊണ്ടുവച്ചു.
പരിശുദ്ധമായ ഹദീസിലൂടെ നബിയിന റസൂലുള്ളാഹി തങ്ങൾ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഖബറിന്റെ അരികിൽ വെച്ച് ലോകത്തോട് വിളിച്ചു തരുന്ന സത്യമാണിത്. എത്രയെത്ര മയ്യത്തുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നമ്മൾ മയ്യത്തിനെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ ഉസ്താദുമാര് പ്രഭാഷണം നടത്തിയാലും ആ മയ്യത്ത് അടക്കം ചെയ്യപ്പെട്ടതിനു ശേഷം പിന്നീട് നമുക്കതിനെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ല എങ്കിൽ, ഇന്ന് ഈ പ്രഭാഷണം ഇന്നോ നാളെയോ ഖബറിനെ കുറിച്ചോ ഖബറിന്റെ കാലൊച്ചകളെ കുറിച്ചോ പ്രഭാഷണം കേട്ടതിന് ശേഷം മൂന്നാമത്തെ ദിവസം അതിനെക്കുറിച്ച് ചിന്ത പോലും ഇല്ല എങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് ഒരു തമാശയായിട്ടല്ല വിളിച്ചു പറഞ്ഞത്, അതിന്റെ കാര്യഗൗരവത്തോടുകൂടി ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മയ്യത്തിനെയും ഖബറുകളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞതെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ നെഞ്ചിലേറ്റി ജീവിക്കുന്ന ഓരോ വിശ്വാസിയും, ഓരോ മുസൽമാനും, ഓരോ സഹോദരി സഹോദരങ്ങളും ഈ പറയുന്ന വാക്കുകളെ സ്വീകരിച്ചാൽ അവന് രക്ഷയാണ്. ഇല്ല എങ്കിൽ അവൻ തന്നെ ഖേദിക്കേണ്ടി വരും. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവൻ മരണപ്പെട്ടു, അവന്റെ ആത്മാവിനെ പിന്നീട് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടുകയാണ്. ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയും, ഫയുഖാലു, പറയപ്പെടും. ഖബറിനെ കുറിച്ച് പരസ്യമായി പറഞ്ഞപ്പോ, ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഗൗരവം കണ്ടിട്ട്, ഖബറിന്റെ ഭയാനകതയെ ഓർത്തിട്ട് സ്വഹാബാക്കള് പൊട്ടി പൊട്ടി ബഹളം വെച്ച് കരയാൻ തുടങ്ങി. മദീന പള്ളിക്കകത്ത് ഭയങ്കര ബഹളം. എന്താ ബഹളം? അടുത്ത കമ്മിറ്റിക്ക് വേണ്ടി പൊതുസമ്മേളനം, പൊതുയോഗം നടക്കല്ല. ഇവിടെ നമുക്ക് അതിനാണ് ബഹളം. അടുത്ത കമ്മിറ്റി പ്രസിഡന്റ്, നിന്നെ പ്രസിഡന്റ് ഇരുത്താടാ, നീ 5 വർഷം കൊണ്ട് ഇരുന്നെ, മര്യാദക്ക് ഇറങ്ങണം, അവനെ അവിടെ ഇട്ടുകൊല്ല. ആ ബഹളം. സഹാബാക്കൾ ഭയങ്കരമായ കരച്ചിലാണ്, പൊട്ടിക്കരച്ചിലാണ്. എന്തേ കാരണം? അള്ളാഹുവിന്റെ റസൂൽ ഖബറിനെ കുറിച്ച് പറയുകയാണ്. ഖബറിന്റെ ഭയാനകതകളെ കുറിച്ച് പറയുമ്പോ സഹാബാക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ബഹളം വെക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള പരിഹാര മാർഗം പറഞ്ഞു കൊടുത്തു. എന്താ പരിഹാര മാർഗം? പക്ഷെ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ഇപ്പൊ അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ ഇനി നാളെ വരൂലല്ലോ, ഒക്കെ ഞാൻ പറഞ്ഞു തരും. പരിഹാര മാർഗം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളി അടിച്ചു വാരിക്കൊണ്ടിരുന്ന ഒരു സഹോദരി മരണപ്പെട്ടപ്പോ, അള്ളാഹുവിന്റെ റസൂലിന് അവരുടെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ, ഹബീബായ തങ്ങൾ അവരുടെ ഖബറിന്റെ അരികിൽ പോയി നമസ്കരിച്ചിട്ട് ലോകത്തോട് പറയുകയാണ്, ഇന്ന ഹാദിഹിൽ ഖുബൂറ മലീഅത്തുൽ ളുൽമതൻ അലാ അഹ്ലിഹാ. ഈ ഖബറെന്ന് പറഞ്ഞാൽ ഈ ഖബറിന്റെ 6 അടി മണ്ണിന്റെ അവസ്ഥയെ കുറിച്ച് സഹാബത്തെ അറിയോ? നിങ്ങൾക്കറിയുവോ? അന്ധകാരം കൊണ്ട് നിറഞ്ഞതാണ്, അന്ധകാരം കൊണ്ട് നിറഞ്ഞതാണ്. വഇന്നല്ലാഹ അസ്സ വജല്ല മുനവ്വിറുഹാ ബിസലാത്തി. ഈ ഖബറിലേക്ക് ഞാൻ നമസ്കരിച്ചപ്പോ, ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ നമസ്കരിച്ചപ്പോ, എന്റെ നമസ്കാരത്തിന്റെ ഫലമായി അല്ലാഹു ആ ഖബറിനെ വിശാലപ്പെടുത്തി. സഹാബത്തെ, അല്ലാഹു ആ ഖബറിനെ പ്രകാശപൂരിതമാക്കി. സഹാബത്തെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതാണ് സുഹൃത്തെ, ഒരു മയ്യത്ത്, ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്ത് എല്ലാവരും ആ മയ്യത്തടക്കിയിട്ട് മടങ്ങി പോകുമ്പോ സഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, പോകല്ലേ പോകല്ലേ പോകല്ലേ, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീഹ് ഫഇന്നഹുൽ ആന യുസ്അൽ. മയ്യത്തടക്കയിട്ട് കൂസലില്ലാതെ വിമുഖരായി മടങ്ങി പോകുമ്പോ ഓർക്കണേ, ഓടിപ്പോകല്ലേ ഓടിപ്പോകല്ലേ. ഇന്നലെ മരിച്ച മയ്യത്തിന്റെ അരികിൽ നേരം വെളുക്കുന്നത് വരെ ഇരിക്കുന്ന സഹോദരാ, പിറ്റേ ദിവസം മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുന്നത് വരെ ആ മയ്യത്ത് കട്ടിലിന്റെ അരികിലിരിക്കുന്ന സഹോദരാ, നിങ്ങളുടെ ആരുടെയെങ്കിലും മയ്യത്ത് കൊണ്ട് ഖബറിലേക്ക് അടക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അവകാശികളോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ അല്പസമയം ആ ഖബറിന്റെ അരികിലിരുന്ന് കുറച്ചൊക്കെ ഒന്ന് ഓതണേ ഓതണേ. ഖബറിന്റെ അരികിലിരുന്ന് ഓതിയിട്ട് അതിന്റെ സവാബ് ആ ഖബറിലേക്ക് എത്തുകയും ആ ഖബറാ
കബറാളികൾക്ക് അതിലൂടെ സമാധാനം നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനം തേടണേ. ദുനിയാവിൽ വെച്ച് പാപങ്ങൾ ചെയ്ത സഹോദരനായിരിക്കാം ഈ മരണപ്പെട്ടു പോയത്. ആ സഹോദരന്റെ ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. വസലൂ ലഹു തസ്ബീഹ്, അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ദുനിയാവിൽ വെച്ച് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് കാണാതെ പഠിച്ചതുകൊണ്ട് കബറിനകത്ത് പോയി പറയാൻ കഴിയില്ല സഹോദരാ. ഒരാൾക്ക് കാണാതെ പഠിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ്, അവനെ വിശ്വസിച്ചുകൊണ്ടാണ് ദുനിയാവിൽ ജീവിച്ചതെങ്കിൽ അവൻ കബറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് അവൻ മറുപടി പറയാൻ സാധിക്കുമത്രേ. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ കബറടക്കുമ്പോ ആ കബറിന്റെ ഓരത്ത് നിന്നിട്ട് നിങ്ങൾ പറയണേ, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജൻബി, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, ഈ സഹോദരനോട് നീ ചോദിക്കുമ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാനുള്ള സൗഭാഗ്യം, ചങ്കൂറ്റവും ധൈര്യവും സ്ഥൈര്യവും നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ കബറിനെ നീ അദ്ദേഹത്തിന്റെ മേല് ഞെരിക്കല്ലേ അല്ലാ. ഈ കബറിനെ നീ അദ്ദേഹത്തിന് വേണ്ടി വിശാലപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളോടും കുഞ്ഞുമക്കളോടും കാലികളോടും കരുണ കാട്ടുന്നത് പോലെ അല്ലാഹുവേ, ഈ കബറാളിയോട് നീ കരുണ കാട്ടണേ അല്ലാ. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറയാതെ കബറിന്റെ ഓരത്ത് നിന്ന് കൂട്ടുകാരെ, കുടുംബക്കാരെ, നാട്ടുകാരെ, നിങ്ങൾ ആരും പോകല്ലേ പോകല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ നമ്മുടെ സഹോദരങ്ങളുടെ കബറിടത്തിൽ വല്ലപ്പോഴും പോയിട്ടൊന്ന് ദുആ ചെയ്യണേ. ഒരു സൂറത്ത് യാസീൻ ഓതണേ, സൂറത്തുൽ മുൽക്ക് ഓതണേ. അങ്ങനെ ഓതിയാൽ അത് ആ കബറാളികൾക്ക് ശാന്തത നൽകുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതാണ് ഈ വിരീതം പറഞ്ഞു വന്നത് ഹദീസ്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വാപ്പമാരോ ഉമ്മമാരോ പെങ്ങന്മാരോ ഭർത്താക്കന്മാരോ ഭാര്യമാരോ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു നിയ്യത്ത്, ഒരു ജാരിയായ സദഖയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ സദഖകൾ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ജൂദ്, ഉദാരത, കാരുണ്യം, കരുണ, സഹായം എന്നൊക്കെ അർത്ഥമുള്ള ഈ ഒരു പേരുകൊണ്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി സഹായിക്കുന്നവർ അവരൊന്ന് നിയത്ത് ചെയ്തോ, ആ കബറിനകത്ത് ഇന്ന ആൾക്ക് ശാന്തി കിട്ടാനാണ് ഞാൻ ഈ നിയത്ത് ചെയ്യുന്നത്, ഇന്ന രോഗം മാറാനാണ്, ഇന്ന ഉദ്ദേശം മുറാദ് ഹാസിലാകാനാണ് എന്ന ഒരു നിയത്തിൽ ഒരു സാധുവായ പെൺകുട്ടിക്ക് വേണ്ടി ജാരിയായ സദഖ, അവളുടെ കഴുത്തിലോ കാതിലോ കയ്യിലോ ഈ ആഭരണങ്ങളുള്ളിടത്തോളം കാലം ഈ കബറാളികൾക്ക് ശാന്തത കിട്ടും, സ്വസ്ഥത കിട്ടും. അതാണ് ജാരിയായ സദഖ എന്ന് പറയുന്നത്. ഉപ്പമാർക്ക് വേണ്ടി നാം എന്ത് ചെയ്തു, ഉമ്മമാർക്ക് വേണ്ടി നാം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ മലവും മൂത്രവും അവരുടെ നെഞ്ചിലേക്കൂടെ ഒഴുകുമ്പോ അതെല്ലാം ഒഴുക്കി കളഞ്ഞുകൊണ്ട് അതെല്ലാം കഴുകി ശുദ്ധിയാക്കി വീണ്ടും എടുത്ത് നമ്മുടെ നെറ്റിയിൽ ചുടുചുംബനം നൽകിയ നമ്മുടെ ഉമ്മ മരിച്ചുപോയിട്ട് ആ ഉമ്മാന്റെ കബറിന് വേണ്ടി നാം എന്ത് ചെയ്തിട്ടുണ്ട്? 10 മാസം നമ്മെ കൊണ്ടു നടന്നിട്ട് നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മാന്റെ കബറിന് വേണ്ടി ലക്ഷങ്ങൾ കോടികൾ ചെയ്താലും മതിയാവുകയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ഉമ്മാന്റെ കാലിലാണ് സ്വർഗത്തിന്റെ താക്കോൽ, ഉമ്മാന്റെ കാലിലാണ് സ്വർഗത്തിന്റെ വാതിൽ. ആ ഉമ്മാനെ സന്തോഷിപ്പിക്കുന്നവന് സ്വർഗം നിർബന്ധമാണ്, ഉമ്മാനെ വേദനിപ്പിക്കുന്നവന് നരകം നിർബന്ധമാ. അതുകൊണ്ട് മാതാവിന്റെ പേർക്കോ പിതാവിന്റെ പേർക്കോ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് 1 ഗ്രാമോ 2 ഗ്രാമോ 1/2 പവനോ 1 പവനോ അല്ലാഹുവേ എന്റെ ഉമ്മാന്റെ കബറിലേക്ക് വേണ്ടി ഇതാ ഖിയാമത്ത് വരെ ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ സ്വർണം പെട്ടെന്ന് നശിച്ചു പോകില്ല, പെണ്ണുങ്ങൾ അങ്ങനെ കളയേയില്ല.
ഖബറിന്റെ ആത്മശാന്തിക്ക് വേണ്ടി, ഖബറിന്റെ ചോദ്യത്തിന്റെ എളുപ്പത്തിന് വേണ്ടി, അതിന്റെ വിശാലതയ്ക്ക് വേണ്ടി വിനീതൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ഈ 2 ദിവസത്തിൽ വിനീതനിൽ നിന്ന് നിങ്ങൾ ഇൽമു മാത്രം പ്രതീക്ഷിച്ചാ മതി ഇൻഷാ അല്ലാഹ്. കോമഡിയൊന്നും പ്രതീക്ഷിക്കണ്ട, ഇല്ല, അത് ആഗ്രഹിച്ച് വരെയും വേണ്ട. ഈ വിനീതൻ അതെല്ലാം ഒഴിവാക്കി കളഞ്ഞു ഇൻഷാ അല്ലാഹ്. കുറച്ച് അല്ലാഹുവുമായി ബന്ധപ്പെട്ട്, ആഖിറവുമായി ബന്ധപ്പെട്ട്, ഖബറിനെ ഓർത്ത് ഭയപ്പെട്ട് ഈമാൻ വർദ്ധിപ്പിക്കുന്ന പ്രഭാഷണമാണ് പറയേണ്ടതും കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അതിന് താല്പര്യമുള്ളവർക്ക് ഇരിക്കാം, കേൾക്കാം, പഠിക്കാം. ഖബറിൽ നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ജാരിയായ സദഖയാണ്. ഈ ഇരിക്കുന്നവരിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ നിന്ന് മരിച്ചവർ നമുക്ക് ചെയ്യാൻ പറ്റിയ ജാരിയ സദഖ. കാരണം വേറെ ഏത് സംഘടനകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ അതിന്റെ ചെലവിന് വേണ്ടിയും എടുക്കും. പക്ഷെ ഇതിന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഞങ്ങൾ 5 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു, അതിൽ ഞങ്ങൾ ഒന്നുപോലും എടുക്കുകയില്ല. നല്ല നിയത്താണ്. ആരാ? 1 പവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞത് തുടക്കം കുറിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇവിടെ 1 പവനോളം ഇതുണ്ട്. അവർ മരിച്ചുപോയവരാണെങ്കിൽ നമ്മുടെ ഈ സദസ്സിൽ വെച്ച് ഞാൻ പ്രസംഗം നിർത്തില്ല, ഞാൻ പറയും. കാരണം നാളെ ഇനി ചിലപ്പോൾ കുറച്ച് പറയാൻ പറ്റുള്ളെങ്കിലും അൽഹംദുലില്ലാഹ് നല്ല പോയി. അല്ലെങ്കിൽ വലിയൊരു വിഷമോ വെപ്രാളവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഖബറിനൊക്കെ കാണുമ്പോഴത്തെ ആർക്ക് ഭയങ്കര സല്യൂട്ട് അടിക്കാണ്. അടി എങ്ങനെയുണ്ട്, സുഖമാണോ? കുറച്ചെല്ലാം അവിടെ കട ഞാൻ വരുന്നുണ്ട് പിറകില്. അങ്ങനെയുള്ള ഖബറിന്റെ കട എന്താ പേടി? ഞാൻ വരുന്നില്ല, ഖബറിന്റെ വിഷയം വരുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെയും കൂടെ ഉണ്ടല്ലോ, നമുക്ക് നല്ല പറയാം. അതുകൊണ്ട് നാളെയോടെ വിളിച്ചോണ്ട് പോവാ. ഖബർ ഇപ്പൊ കാണിക്കണമെങ്കിൽ അവര് ഖബർ ഇനി നിങ്ങൾ കുഴിക്കുവോ? ഖബർ കുഴിക്കുവോ? അതോ പഴയ ആളിനെ തോണ്ടിയെടുത്ത് മാറ്റി വെച്ചിട്ട് കുഴിച്ചു വെക്കുവോ? അങ്ങനെ അങ്ങനെ നിയമങ്ങൾ ഇസ്ലാമിക ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് പറയും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ അത് അറിയിച്ചിട്ട് അറിയാം. ഒരു പവൻ. അപ്പൊ നമ്മൾ നിയത്ത് മാറണം, ബർക്കത്തിന് തുടങ്ങി വയ്ക്കും. ഇപ്പൊ നമുക്ക് ബാക്കി നമുക്ക് സംസാരിച്ചിട്ട് ഖബറിനകത്ത് വരുന്ന നന്മയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഒരാൾ മരിച്ച് ആത്മാവ് ഇല്ലിയൂനിലാണ്. ഇനി അത് ഖബറിനകത്ത് അയാളുടെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോഴാണ് അത് വീണ്ടും മടക്കപ്പെടുന്നത്. മടക്കപ്പെടുമ്പോ ഒരാളപ്പോ ഖബറിനകത്ത് വരും, ഒരു നല്ല ഒരു കോലത്തിൽ വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയുടെ ഖബറടക്കാൻ പോയിരുന്നപ്പോ പറഞ്ഞത്. ബർക്കത്തായിട്ട് ആ ഖബറിനകത്ത് വരുന്ന ആ സ്വാലിഹായ അമൽ, അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സ്വാലിഹായ അമൽ എന്താണ്? നമ്മൾ ഇവിടെ ചെയ്യുന്ന അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ തുആദു റൂഹുഹു റുദ്ദൂഹു റുദ്ദൂഹു ഇലൽ അർദ്. അദ്ദേഹത്തോട് പറയപ്പെടുക, മലക്കുകളോട് പറയപ്പെടുകയാണ്, അദ്ദേഹത്തിന്റെ ആത്മാവിനെ മണ്ണിലേക്ക് കൊണ്ടുവെക്കുക, ആ ആത്മാവിനെ ആ ശരീരത്തിലേക്ക് മടക്കി കൊടുക്കുക. തുആദു റൂഹുഹു, അങ്ങനെ ആ ആത്മാവിനെ ആ ശരീരത്തിലേക്ക് മടക്കപ്പെടുകയാ. സാലിഹായ മയ്യത്താണ്, സാലിഹായ മനുഷ്യനാണ്. ആ ശരീരത്തിലേക്ക് മയ്യത്തിനെ ആത്മാവിനെ മടക്കപ്പെടും. ഏതാത്മാവ്? ഇല്ലിയൂനിൽ കൊണ്ട് രേഖപ്പെടുത്തിയ ആത്മാവ് ഖബറിനകത്ത് ഒരാളെ കൊണ്ട് അടക്കി മണ്ണിട്ട് മൂടി. എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അപ്പോഴാണ് ഒരാത്മാവിനെ അവിടേക്ക് അല്ലാഹു തആല മടക്കാൻ പറയുന്നത്. ഇതേപോലെയാണ് ആത്മാവിനെ മടക്കുമ്പോ ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത്, എങ്ങനെയാണോ ഒരാളെ കണ്ടത്, എങ്ങനെയാണോ ഒരാളെ കുറിച്ച് കേട്ടത്, എങ്ങനെയാണോ നമുക്ക് പരിസരത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി അല്ലാഹു ദുനിയാവിൽ വെച്ച് നൽകിയത്, അതേപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിനകത്ത് ആ മയ്യത്തിന് നൽകുകയാ. പഴയ അതേ അവസ്ഥ, ദുനിയാവിൽ ജീവിച്ച അതേ അവസ്ഥ ഖബറിനകത്ത്. അതാണ് തുആദു റൂഹുഹു. കാരണം എന്താ? അല്ലാഹു പറയുകയാണ്, ഇന്നി വഅദ്തുഹും, ഞാൻ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അന്നീ ഖലഖ്തുഹും, ഞാൻ അവരെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാ. അന്നീ ഖലഖ്തുഹും മിൻഹാ വഫീഹാ നുഈദുഹും വമിൻഹാ നുഖ്രിജുഹും. അവരെ ഈ മണ്ണിലേക്കാണ് ഞാൻ മടക്കുക എന്നും ഈ മണ്ണിൽ നിന്നും വീണ്ടും അവരെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും ഞാൻ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റുദ്ദൂഹു, അവരുടെ ആത്മാവിനെ അവരിലേക്ക് മടക്കണേ, മടക്കണേ. അങ്ങനെ അവരുടെ ആത്മാവിനെ മടക്കുകയാ. മടക്കി. അപ്പൊ ഇങ്ങനെ ആള് ഉണർന്നു, സംഭവം ഉണർന്നു.
ഫയഅതീഹി മലകാനി ശദീദിൽ ഇന്തിഹാർ. വളരെ ഗൗരവത്തോടുകൂടി ഘോരഘോര ശബ്ദം മുഴക്കിക്കൊണ്ട് ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലത്തോടെ രണ്ട് മലക്കുകൾ അതാ ആ ശരീരത്തിന്റെ അരികിലേക്ക് കടന്നു വരികയാ. നിന്നെ വിളിച്ചുണർത്തുകയാ. ഉറങ്ങിക്കിടന്ന നിന്റെ കണ്ണ് മെല്ലെ തുറക്കുകയാ. അജ്ലസാക നിന്നെ ഇരുത്തുകയാ. സഅലാക നിന്നോട് രണ്ടുപേരും ചോദിക്കുകയാ. മൻ റബ്ബുക ആരാണ് നിന്റെ റബ്ബ്? ഉടനെ ആ വ്യക്തി സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ഖാല അവൻ പറയും അത്രേ റബ്ബി അല്ലാഹ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ വിളിച്ചവൻ, ദുനിയാവിൽ വെച്ച് അല്ലാഹുവിന്റെ വചനങ്ങളെ ഏറ്റെടുത്തവൻ, ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവൻ, ദുനിയാവിൽ വെച്ച് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ ക്ഷണിക്കുന്നു. അല്ലാഹു വലിയവനാണ്, അവൻ അജയ്യനാണ്, അവൻ ഏകനാണ്, അവൻ മഹോന്നതനാണ്, അവൻ ഉത്കൃഷ്ടനാണെന്ന് ദിനേന 5 പ്രാവശ്യം വിളിക്കുമ്പോ ചെവി കൊടുത്ത് ഉത്തരം നൽകിയ സഹോദരാ, അവൻ പറയുമത്രേ റബ്ബി അല്ലാഹ്. അതാണ് ഖുർആനിൽ അല്ലാഹു യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവിൽ ആ വാക്കുകളും വചനങ്ങളും അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞത് ഖബറിലാണ്, ഖബറിലാണ്. അവൻ പറയുമത്രേ എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. രണ്ടാമത് അവനോട് ചോദിക്കുകയാണ് വമാ ദീനുക, നിന്റെ ദീനേതാണ്, നിന്റെ മതമേതാണ്, നിന്റെ ആദർശമേതാണ്? ദീനിയൽ ഇസ്ലാം, ഇസ്ലാമിക ആദർശമാണ് എന്റെ ആദർശം. ആ വഴികളിലൂടെയാണ് ഞാൻ നടന്നത്. ആ പ്രത്യായ ശാസ്ത്രത്തെ പരിപൂർണമായി സ്വീകരിച്ചവരാണ്. മൂന്നാമതായി അവനോട് ചോദിക്കുകയാണ് വമാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ കുറിച്ച് പരിചയമുണ്ടോ? ഉടനെ ആ വ്യക്തി പറയുകയാണ്, ആ ഖബറാളി പറയുകയാണ് അറിയാം, അറിയാം. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങളെ സത്യത്തിന്റെ വഴികളിലേക്ക് നയിച്ച മഹാനാണ്, സത്യത്തിന്റെ തിരുനാളം കൊളുത്തി തന്ന പ്രവാചകനാണ്, സത്സരണിയിലേക്ക് ഞങ്ങളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി ഞങ്ങളെ ഉദ്ധരിച്ച പ്രവാചകനാണ്. ഉടനെ ചോദിക്കുകയാണ് വമായുദ്രീക, അത് നിനക്ക് എങ്ങനെ അറിയാം? അത് നിനക്ക് എങ്ങനെ അറിയാം? സത്യത്തിന്റെ ദൂതനാണ്, വെളിച്ചത്തിന്റെ നിലവാരമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് മലക്കുകൾ നമ്മോട് ചോദിക്കുമ്പോ സാലിഹായ മനുഷ്യനാണെങ്കിൽ പറയുമത്രേ ഖറഅതു കിതാബല്ലാഹ് വസദ്ദഖതു ബിഹി വആമന്തു ബിഹി. അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പഠിച്ചവനാണ്, ഖുർആൻ ഞാൻ ഓതിയവനാണ്, അത് ഞാൻ ഹൃദയസ്ഥമാക്കിയവനാണ്, അതിന്റെ ആയത്തുകളും അധ്യായങ്ങളും ആദർശങ്ങളും കേട്ടുപഠിച്ചവനാണ്. ആ ഖുർആനിനകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയവനുമാണ്. അതുകൊണ്ടാണ് ഇതാണ് എന്റെ പ്രവാചകനെന്ന് എനിക്ക് പറയാൻ സാധിച്ചത്. ഇത്രയും പറയുമ്പോ തന്നെ അല്ലാഹുവിന്റെ മറുപടി ആകാശ ലോകത്ത് നിന്നൊരു വിളിയാളം ഉണ്ടാകുമത്രേ അറൂഹു മൻസിലഹു, അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാട്ടിക്കൊടുക്കണേ മലക്കുകളെ, അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാട്ടിക്കൊടുക്കണേ മലക്കുകളെ. ഫയുഫ്തഹു ലഹു മദ്ബസരിഹി, ഉടനെ 6 അടി മണ്ണിന്റെ ഞെരുക്കമുള്ള ഖബർ അതാ കണ്ണെത്താ ദൂരത്തോളം വിശാലപ്പെടുത്തുകയാണ്. ആകാശ ലോകത്ത് നിന്ന് വിളിയാളമുണ്ടാവുകയാണ്. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നാ, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കണേ, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കണേ. വഫ്രിഷൂ ലഹു ഫിറാശൻ ഇലൽ ജന്നാ, സ്വർഗത്തിലേക്ക് ഒരു പട്ടുടയാടകൾ വിരിച്ചു കൊടുക്കണേ. ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ
കിടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണേ. ദുനിയാവിലെ ഭർത്താവ് വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വരുമ്പോ ബെഡ്ഷീറ്റ് എല്ലാം വൃത്തിയാക്കി വിരിച്ചു തരാൻ ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യയിൽ നിന്ന് വിട പറഞ്ഞു പോയ ഭർത്താവാണ് ഒറ്റപ്പെട്ട ഖബർ ജീവിതത്തിൽ കഴിയുന്നതെങ്കിൽ ആ ഖബറിനകത്ത് അതാ സ്വർഗലോകത്ത് നിന്ന് മാലാഖമാർ പട്ടുടയാടകളുമായി ഖബറിലേക്ക് ഇറങ്ങി വന്നിട്ട് അള്ളാന്റെ വിളിയാളത്തോടെ വിളിച്ചു പറയപ്പെടുന്നു, ഇതാ ആ ഖബറിലേക്ക് വിരിച്ചു കൊടുക്കണേ, ഖബറിൽ സ്വർഗം വിതരണേ, ഖബറിൽ സുഗന്ധം വിതരണേ, ഖബറിൽ സ്വർഗലോകത്തിലേക്കുള്ള പരിമളം ആസ്വദിക്കാൻ ഒരു വാതിൽ തുറന്നു കൊടുക്കണേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ മാത ഉരിള അലൈഹി മഖഅദഹു മിനൽ ജന്നതി അബിന്നാർ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിനകത്ത് കിടക്കുമ്പോ രാവിലെയും വൈകുന്നേരവും അവന്റെ സങ്കേതം നാളെ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ഇൻകാന മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണെങ്കിൽ ഫമിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ഫോട്ടോ അവന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കുമത്രേ. വൈൻകാന മിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിന്റെ അവകാശിയാണെങ്കിൽ ഫമിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിന്റെ അവകാശിയായി അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമത്രേ. രാവിലെയും വൈകുന്നേരവും അന്നാറു യുറളൂന അലൈഹാ ഗുദുവൻ വഅശിയാ, നരകവാസിയാണ് മരിച്ച് ഖബറിൽ കിടക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരവും എടാ ദ്രോഹി ദുഷ്ടാഹങ്കാരി, നിന്റെ സങ്കേതമാണടാ ഈ ഖബറിനകത്ത് നിന്നെ കാണിക്കുന്ന സങ്കേതമുണ്ടല്ലോ, ഈ നരകകുണ്ടാരമാണടാ നിനക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് രാവിലെയും വൈകുന്നേരവും അവനെ കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. സാലിഹായ മനുഷ്യനാണെങ്കിൽ അവനോടിത് പറയപ്പെടുമ്പോ അവൻ സന്തോഷത്തോടുകൂടി ഈ ഉത്തരങ്ങളെല്ലാം പറയുമ്പോ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാനുള്ള ആഹ്വാനം ലഭിക്കുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഒരാൾ ഓടി വരികയാ, അവന്റെ സമീപത്ത് നിൽക്കുകയാണ്. ഉടനെ പറയുകയാണ്, അബ്ശിർ അബ്ശിർ ബിൽ ഖൈരി യാ ഇബാദല്ലാഹ് അബ്ദല്ലാഹ്, ബശറക്കല്ലാഹു ബിൽ ഖൈർ ബശറക്കല്ലാഹു ബിൽ ഖൈർ. പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, സാലിഹായ മനുഷ്യനാണ്, സാലിഹായ മനുഷ്യനാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ ആ സാലിഹായ മനുഷ്യനെ നോക്കിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറയുകയാണ്, സന്തോഷിച്ചോ സന്തോഷിച്ചോ, സ്വർഗം കൊണ്ട് അല്ലാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, നീ നല്ലവനാണ്, നിന്നെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, നിനക്ക് അല്ലാഹു സ്വർഗം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് യുവകോമളനായ സുസ്മേരവദനായ ഒരു ചെറുപ്പക്കാരൻ കോലത്തിൽ ഒരാൾ മൻകറിന്റെയും നക്കീറിന്റെയും ഇടയിലൂടെ കടന്നു വരുമ്പോ ഈ മയ്യത്ത് അവനോട് ചോദിക്കുകയാണ്, മൻ ഹാദർ റജുൽ വജ്ഹുക വജ്ഹുക കവജ്ഹി ശംസ്, നീ ആരാണ്, നീ ഏവനാണ്, നീ ഏത് ചെറുപ്പക്കാരനാണ്, നീ എന്തിനാണ് വന്നത്? ജാക ബിൽ ഖൈർ, നന്മയുമായിട്ടാണല്ലോ നീ കടന്നു വന്നത്, നിന്റെ മുഖത്തിന്റെ ഭാവം കാണുമ്പോ സൂര്യ തേജസ് പോലെ പ്രകാശിക്കുകയാണല്ലോ, ആരാണ് നീ, ആരാണ് നീ, അഖ്ബിർനി, ഒന്ന് അറിയിച്ചു തരുവോ, ഒന്ന് അറിയിച്ചു തരുവോ. ആരടി മണ്ണിനകത്തുള്ള സംവാദമാണ്, ആരടി മണ്ണിനകത്തുള്ള സംസാരമാണ്, ആരടി മണ്ണിനകത്തെ സംഭാഷണമാണ്, ആരെങ്കിലും അറിയുന്നുണ്ടോ? സാലിഹായ മനുഷ്യ, 1 ഗ്രാം സ്വർണത്തിന് പിശുക്ക് കാണിച്ചാൽ ഈ സ്വർഗലോകത്തിന്റെ അനുഭൂതി ആസ്വദിക്കാൻ കഴിയുകയില്ല. പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും കൊടുക്കുന്നവരാണ്. ഇനി 1 കോടി നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാലും അതെല്ലാം അള്ളാന്റെ ഖജനാവിൽ ഒന്നുമല്ല, ഒന്നുമല്ല. ഖബറിന്റെ അവസ്ഥ കാണുമ്പോ നീ സ്വന്തമായി പറയും, പടച്ചവനെ ഇത്രത്തോളം സുഖഭോഗങ്ങൾ നീ എനിക്ക് ഖബറിൽ തരുമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ വീടും സ്ഥലവും മുഴുവനും നിന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്ന് ഖബറിനകത്ത് പോകുമ്പോ നീ വിരൽ കടിച്ചുകൊണ്ട് പറയുമെങ്കിൽ സഹോദരാ, അതിനവിടെ സ്ഥാനമില്ല, സ്ഥാനമില്ല. ദുനിയാവിൽ വെച്ച് നീ അങ്ങനെ പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായി നിന്റെ കോലത്തിലെത്തുകയാണ്, നിന്റെ മുന്നിലെത്തുകയാണ്. എടോ
സഹോദരാ, നിന്റെ മുഖം കാണാൻ എന്ത് രസമാണ്, നിന്റെ മുഖത്തിന്റെ ലാവണ്യം എന്ത് പ്രസരിപ്പുള്ളതാണ്, നിന്റെ കണ്ണെത്ര രസമാണ്, നിന്റെ കവിളത്ര രസമാണ്, നിന്റെ ആകാര സൗഷ്ഠവം കണ്ട് ഞാൻ ആനന്ദിക്കുകയാണ്. ആരാണ് നീ, ആരാണ് നീ എന്ന മയ്യത്ത് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അനാമലുക സാലിഹ്, നീ ചെയ്ത നമസ്കാരമാ, നീ പിടിച്ച നോമ്പാ, നീ കൊടുത്ത സകാത്താ, നീ കൊടുത്ത സദഖയാ, നീ ഓതിയ ഖുർആൻ പാരായണമാ, നീ ചൊല്ലിയ സ്വലാത്താണ്, നീ ചൊല്ലിയ ദിക്റാണ്, നീ ചൊല്ലിയ ഇസ്തിഗ്ഫാറാ. നാടിനു വേണ്ടി നന്മ ചെയ്തവനല്ലേ? ആ നന്മകൾ മുഴുവനും ഒരു സാലിഹായ മനുഷ്യന്റെ, സുന്ദരനായ മനുഷ്യന്റെ കോലത്തിൽ അല്ലാഹു രൂപപ്പെടുത്തിയിട്ട് ഒറ്റപ്പെട്ട ഖബർ ജീവിതം നയിക്കുമ്പോ ആ ഖബറിന്റെ കാലച്ചകൾക്കിടയിൽ നീ വെന്തുരുകാതെ, നീ വിങ്ങിപ്പൊട്ടാതെ, നിന്റെ മനപ്രയാസത്തിൽ നിന്ന് നീ തളർന്നു പോകാതെ നിന്നെ സന്തോഷിപ്പിക്കാൻ അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നിനക്ക് സന്തോഷിക്കാനും നിനക്ക് സമാധാനം പറയാനും നിന്നോട് സല്ലപിക്കാനും ഖിയാമത്ത് നാൾ വരെ ഞാനുണ്ടാകും എന്ന് ആ മയ്യത്തിനോട് പറയപ്പെടുമ്പോ ആ മയ്യത്ത് പറയുകയാണ്, യാ റബ്ബി അഖിമിസ്സാ, അഖിമിസ്സാ, അഖിമിസ്സാ കൈ അർജിഅ ഇലാ അഹ്ലി വമാലി. അല്ലാഹുവേ, ഈ ലോകമെന്ന് അവസാനിപ്പിക്കും പടച്ചവരെ, ഈ ലോകത്തിനൊരു അന്ത്യം കൊടുക്കും പടച്ചവരെ. ഈ ഖബറിനകത്തുള്ള സന്തോഷത്തെ എന്റെ കുടുംബക്കാരോട് ഞാനൊന്ന് പങ്കിടട്ടെ, അവരോട് ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. ഗൾഫിലേക്ക് യാത്ര തിരിക്കുമ്പോ മണിക്കൂറുകളോളം, കിലോമീറ്ററുകളോളം, 10,000-കണക്കിന് കിലോമീറ്ററുകൾ കണക്ക് യാത്ര ചെയ്തിട്ട് ദുബായിലെത്തിയിട്ട്, ലണ്ടനിലെത്തിയിട്ട്, യൂറോപ്പിലെത്തിയിട്ട്, അമേരിക്കയിലെത്തിയിട്ട് പള്ളത്തുള്ള വീട്ടിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തന്റെ കാന്തന്റെ ഭർത്താവിന്റെ ഫോണിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ രാവിലെ യാത്ര തിരിച്ച തന്റെ ഭർത്താവാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്ഥാനത്തെത്തിയോ ഇല്ലയോ? അവിടുത്തെ ഫോൺ കോള് കിട്ടാതെ ഭാര്യയ്ക്ക് ഉറക്കമില്ല എങ്കിൽ ഖബറിനകത്ത് സന്തോഷ വാർത്ത ലഭിക്കുമ്പോ അത് ഭാര്യയെ വിളിച്ചറിയിക്കാൻ കഴിയില്ല, ഉപ്പായെ വിളിച്ചറിയിക്കാൻ കഴിയില്ല, ഉമ്മായെ വിളിച്ചറിയിക്കാൻ കഴിയില്ല. പിന്നെ സന്തോഷത്തോടെ റബ്ബിനോട് പറയാം, അല്ലാ ഈ ദുനിയാവ് ഒന്ന് അസ്തമിപ്പിക്കണേ അല്ലാ, എന്റെ മക്കളെ ഞാനൊന്ന് കണ്ട് ഈ സന്തോഷ വാർത്ത പറയട്ടെ, എന്റെ കുടുംബക്കാരെ കണ്ട് സന്തോഷ വാർത്ത പറയട്ടെ എന്ന് ആ സന്തോഷത്തോടെ സാലിഹായ മനുഷ്യൻ ഖബറിൽ കിടന്ന് സന്തോഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഒരു അവസ്ഥ നമുക്ക് നൽകുമാറാകട്ടെ, ആ ഒരു അവസ്ഥ നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. പടച്ചവനെ, ആ ഖബറിനകത്ത് ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന 1 രൂപയെങ്കിലും റബ്ബേ ആ ഖബറിൽ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ കൊണ്ടു നിർത്തി ഞങ്ങളെ ആസ്വദിപ്പിക്കണേ അല്ലാ, സമാധാനിപ്പിക്കണേ അല്ലാ. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه أجمعين. اللهم آتي الوسيلة والفضيلة ودرجة الرفيع وابعثه مقاما محمودا الذي وعدته. اللهم ارزقنا شفاعته وأوردنا حوضه المورود. اللهم أعذنا من عذاب القبر، اللهم أعذنا من عذاب القبر. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم احسن عاقبتنا، اللهم احسن عاقبتنا، اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. اللهم توفنا مسلمين، اللهم توفنا مسلمين، اللهم توفنا مسلمين والحقنا بالصالحين. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണമേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാനിനെ നിലനിർത്തി തരണമേ അല്ലാഹുവേ. അന്ത്യസമയം മോശമാക്കല്ലേ അല്ലാ, തൗബയില്ലാത്ത മരണം നൽകല്ലേ അല്ലാ. ഖളായായ നമസ്കാരം ഖളാ വീട്ടാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇടപാടുകൾ പൂർത്തീകരിക്കാതെ ഞങ്ങളുടെ റൂഹിനെ പിടിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പശ്ചാത്തപിച്ച് നിന്നിലേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കി തരണമേ അല്ലാ.
പടച്ചവനെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ അല്ലാ. 3 വയസ്സായ ഒരു കുട്ടിക്ക് കണ്ണിൽ ക്യാൻസറാണ് റബ്ബേ. ഈ വിനീതനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. ഷാഫിയായ അല്ലാ, വാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ. പടച്ചവനെ വല്ലാത്ത ദാരുണമായ അവസ്ഥയാണ് പടച്ചവനെ. കേട്ടപ്പോൾ തന്നെ ചങ്ക് പൊട്ടിപ്പോയി, ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ. ആ കുട്ടിയെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. യാ നൂർ, യാ നൂർ, യാ നൂർ, യാ ബസീർ, യാ ബസീർ, യാ അല്ലാ. നിന്റെ മഹത്തായ നാമത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിയുടെ കണ്ണിന്റെ എല്ലാ രോഗത്തെയും സുഖപ്പെടുത്തണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എത്ര പേരുണ്ട് റബ്ബേ. രോഗം കൊണ്ട് വലയുന്നവരുണ്ട് അല്ലാഹുവേ. വർഷങ്ങളായി കിടക്കയിൽ തന്നെ കഴിയുന്നവരുണ്ട് പടച്ചവനെ. ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. അവരുടെ എല്ലാ രോഗങ്ങളെയും പരിപൂർണമായി സുഖപ്പെടുത്തണമേ അല്ലാ. പടച്ചവനെ, ശരീരത്തിൽ നിന്ന് വിട്ടുമാറാത്ത രോഗങ്ങളെ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഈ സ്വർണവും അല്ലാഹുവേ ഈ വാഗ്ദാനവും നൽകി സഹായിച്ച സഹകരിച്ച സഹോദരി സഹോദരങ്ങൾ, അവരുടെ ഹലാലായ ഉദ്ദേശം എന്താണോ, അവരുടെ ആഖിറം എന്താണോ അല്ലാഹുവേ, അവരുടെ ലക്ഷ്യം എന്താണോ അത് നീ നിലനിർത്തി കൊടുക്ക് പടച്ചവനെ. അത് നീ വെളിച്ചമാക്കി കൊടുക്ക് പടച്ചവനെ. അവിടുത്തെ മാതാപിതാക്കള് മരിച്ചുപോയെങ്കിൽ ആ ഖബറിനെ നീ പ്രകാശിപ്പിക്ക് റബ്ബേ. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു റബ്ബേ. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ. അന്ത റബ്ബുസ് സമാവാതി വൽ അർള് അംതിരിസ് സമാ അലൈനാ മിദ്റാറാ. കേരളം കണ്ടിട്ടില്ലാത്ത വരൾച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. കുടിക്കാൻ വെള്ളമില്ല, കൃഷിക്ക് വെള്ളമില്ല, കാലികൾക്ക് വെള്ളമില്ല. യാ അല്ലാ, അല്ലാഹുമ്മ അസ്ഖിനൽ ഗൈസ ഫലാ തജഅൽനാ മിനൽ ഖാനിതീൻ. സദഖയുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ നിന്റെ മഴ കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. ചൂടിന് അറുതി വരുത്തണേ അല്ലാ, പരിഹാരം കാണണേ അല്ലാ. ഞങ്ങളെ ഖായിബാക്കി മടക്കല്ല റബ്ബേ, മടക്കല്ല റബ്ബേ, മടക്കല്ല റബ്ബേ. ഈ ദുആ നീ സ്വീകരിക്ക് റബ്ബേ, കബൂലാക്ക് റബ്ബേ. വളരെ വിദൂരങ്ങളിൽ നിന്ന് തിരക്കുകൾ അവഗണിച്ചുകൊണ്ട് ഈ പുണ്യമായ ഇൽമ കേൾക്കുന്നതിന് വേണ്ടി കടന്നു വന്ന സഹോദരി സഹോദരങ്ങൾ, വാഹനത്തിലൂടെയും കാൽനടയായിട്ടുമൊക്കെ ഇവിടേക്ക് എത്തിയ സഹോദരി സഹോദരങ്ങളെ, അർശിന്റെ താഴ്ഭാഗത്ത് വിശ്രമിക്കാനുള്ള അവസരം നൽകണേ അല്ലാ. നരകം അവരുടെ മേൽ ഞങ്ങളുടെ മേൽ ഹറാമാക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസല്ലി അലാ ജമീൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.